ഓക്കെ. സോ ദാ ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 25,000 ആണ്. 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോസ് ഇതൊക്കെയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കമ്പനിയുടെ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10% ആണ്. IRR കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത്? ഓക്കെ, ആൻസർ കിട്ടി. നിങ്ങളതെല്ലാവരും ശരിയാണ്. ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദാ ആദ്യം ഞാൻ ഫേക്ക് പേ ബാക്ക് റേറ്റ് കണ്ടുപിടിച്ചു. ദാ അതിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആവറേജ് ക്യാഷ് ഫ്ലോ അത് ചെയ്തപ്പോൾ എനിക്ക് 8,675 ആണ് ആവറേജ് ക്യാഷ് ഫ്ലോ കിട്ടിയത്. ഫേക്ക് പേ ബാക്ക് റേറ്റ് കണ്ടെത്തി. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 2.881 ആണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? പ്രസന്റ് വാല്യൂ ആനുവിറ്റി ടാബ് എടുത്തു. ടാബ് നമ്പർ 4. 4 ഇയേഴ്സ് ആണ് പ്രൊജക്ടിന്റെ ലൈഫ്. 4 ഇയേഴ്സ് ആണ് പ്രൊജക്ടിന്റെ ലൈഫ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2.88 ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകും. ടു പോയിന്റ് 2.85 ഉണ്ട്, 2.91 ഉണ്ട്. 2.85ന്റെയും 2.91ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമ്മുടെ 2.88 വരുന്നത് അല്ലെ. സോ നമ്മുടെ ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ 14 ആണ്, ഹയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ലോവർ റേറ്റ് 14ഉം ഹയർ റേറ്റ് 15ഉം. എത്ര എൻ പി കിട്ടി ലോവർ റേറ്റ്? എൻ പി വി അറ്റ് ലോവർ റേറ്റ്, 168. എൻ പി വി അറ്റ് ഹയർ റേറ്റ് 168 അല്ലെ. ഹയർ റേറ്റില് minus 347. -347. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനത് IRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ IRR ഈസ് ഈക്വൽ ടു ലോവർ റേറ്റ് പ്ലസ്, അതായത് നമ്മുടെ 14 പ്ലസ് എൻ പി വി അറ്റ് ലോവർ റേറ്റ്, അതായത് 168 ഡിവൈഡഡ് ബൈ എൻ പി വി അറ്റ് ലോവർ റേറ്റ് മൈനസ് എൻ പി അറ്റ് ഹയർ റേറ്റ്, വീണ്ടും -347. ഓക്കെ, ലോവർ റേറ്റ് മൈനസ് ഹയർ റേറ്റ് 1 ആണ്. സോ അത് ഞാൻ എഴുതുന്നില്ല. സോ ഒന്നുകൂടി ഞാൻ ചെറുതാക്കി ഇതാ പോകണം. 168 ഡിവൈഡ് ബൈ, രണ്ട് മൈനസ് ആയിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് ഞാൻ. അപ്പോൾ 168 പ്ലസ് 347 ചെയ്താൽ നമുക്ക് 515 കിട്ടും. 515 ചില ഡിഫറൻസ് പ്രശ്നമില്ല. 514 515 അങ്ങനെ ചെയ്താൽ 14.168 ഡിവൈഡഡ് ബൈ 515 ചെയ്താൽ 0.326 കിട്ടും. 0.326 സംതിങ്. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു 14.326% എടുക്കാം. ഇതാണ് നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അഥവാ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആവുന്ന പോയിന്റ് അല്ലെ. ഇത് കൺഫ്യൂഷൻ ആവും മേ ബി. ഇപ്പോഴല്ല, IRR ആണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണോ വലുതാവേണ്ടത്, ഇപ്പോഴും ഇങ്ങനെ മാറിപ്പോ. അങ്ങനെ ഇൻ കേസ് മാറിപ്പോണെങ്കിൽ ഈ ലൈനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ 0 എൻ പി വരുന്ന കേസ്. അതായത് 14.326, അതായത് 14.326 വരെ എല്ലാ ഡിസ്കൗണ്ട് റേറ്റിലും എൻ പി പോസിറ്റീവാ. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും. 14.326 എന്നുള്ള ഡിസ്കൗണ്ട് റേറ്റ് വരെ നമ്മൾ സേഫാ. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 13, 12, 11, 10 ആയിരുന്നില്ല നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10 ആണ്. സോ 10 എന്നുള്ളൊരു പോയിന്റിൽ നമ്മുടെ ഈ 10 ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഈ ക്യാഷ് ഫ്ലോനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. 14.326 കഴിഞ്ഞാലേ നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ? നമ്മുടെ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. സോ നമ്മുടെ IRR എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഈ കേസിൽ IRR 14.32 ഗ്രേറ്റർ ദാൻ 10 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊജക്ട് IRR എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആരാധന ക്ലിയർ അല്ലേ? Clear. ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എന്തിന്റെ? IRR. ഓക്കെ, ഓക്കെ. രണ്ട് പ്രൊജക്ട് ഉണ്ട് എന്റെ മുന്നിൽ. എന്റെ കൂടെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രൊജക്ട് എ ഉണ്ട്, ബി ഉണ്ട്. നിങ്ങൾ എഴുതി തുടങ്ങിയോ? ഒറ്റ സെക്കൻഡ്. നമ്മളിപ്പോ ഫേക്ക് പേ ബാക്ക് പീരീഡ് കണ്ടെത്തിയിട്ട് ഫേക്ക് പേ ബാക്ക് പീരീഡ് കണ്ടെത്തിയിട്ട് ഫേക്ക് പേ ബാക്ക് പീരീഡ് കണ്ടെത്തിയപ്പോൾ നമുക്ക് 2.881 കിട്ടില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്? പ്രസന്റ് വാല്യൂ ആനുറ്റി ടാബിൽ പോയിട്ട് 14ഉം 15ഉം പെർസെന്റേജ് എടുത്തു. ഈ 14ഉം 15ഉം പെർസെന്റേജ് എടുത്തപ്പോൾ നമുക്ക് IRR കിട്ടി 14.326 കിട്ടി. ഇനി നമുക്ക് ഈ 14ഉം 15ഉം തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത് ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് കിട്ടും. ഇൻ കേസ് ഞാൻ ലോവർ റേറ്റ് 10ഉം
ഹയർ റേറ്റ് 20 ആണ് എടുത്തതെന്ന് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 20 ആണ്. നിങ്ങൾ ഏത് വേണ്ട, അങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് കിട്ടൂല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ലോവർ റേറ്റ് 10ഉം ഹയർ റേറ്റ് 20 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ 10ൽ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകണം. 8000 ഡിവൈഡഡ് ബൈ 1.1 എം പ്ലസ് 9000 ഡിവൈഡ് ബൈ 1.1 1 2 എം പ്ലസ് ഈക്വൽ ടു എം പ്ലസ് 8700 ഡിവൈഡ് ബൈ 1.1 1 2 3 4 എം പ്ലസ് എം ആർ സി മൈനസ് 25,000 ചെയ്താൽ എനിക്ക് 10% എൻ പി എന്ന് പറയുന്നത് 2414 കിട്ടും. ഓക്കെ, ഇനി ആ 20%-ൽ ഒന്ന് ചെയ്ത നോക്കാമാണ്. 20% ചെയ്തിട്ടുണ്ടെങ്കിൽ 8000 ഡിവൈഡഡ് ബൈ 1.2 എം പ്ലസ് 9000 ഡിവൈഡഡ് ബൈ 1.2 ഈക്വൽ ടു എം പ്ലസ് വീണ്ടും ഒരു ഈക്വൽ ടു എം പ്ലസ് 8700 ഡിവൈഡ് ബൈ 1.2 1 2 3 4 എം പ്ലസ് എം ആർ സി മൈനസ് 25,000 ചെയ്താൽ 10 എന്നുള്ളൊരു ഡിസ്കൗണ്ട് റേറ്റിൽ പോസിറ്റീവും 20 എന്നുള്ളൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 2679. ഓക്കെ, ഇത് ലോവർ റേറ്റും ഇത് ഹയർ റേറ്റും ആണ് ഞാൻ എടുത്തതെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. ആക്ച്വൽ കിട്ടില്ല, ചെറിയ ഡിഫറൻസ് വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതാ, പിന്നെ IRR ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. IRR ഈസ് ഈക്വൽ ടു ലോവർ റേറ്റ്, അതായത് 10 ആണ് ലോവർ റേറ്റ് പ്ലസ് എൻ പി എറ്റ് ലോവർ റേറ്റ് പോസിറ്റീവ് ആണ് 2414 ഡിവൈഡഡ് ബൈ വീണ്ടും എൻ പി എറ്റ് ലോവർ റേറ്റ് 2414 എൻ പി എറ്റ് ലോവർ റേറ്റ് മൈനസ് 2679. ഓക്കെ, ഇൻറ്റു HR മൈനസ് LR എന്നുള്ളത് ഇവിടെ എത്ര വരെ? ഈ കേസിൽ ഇത്രയും നേരം നമ്മൾ 14 13 12 13 ഒക്കെ എടുത്തുകൊണ്ട് 1 ആയിരുന്നു. ഇവിടെ 10 മൈനസ് 20 വരും, 20 മൈനസ് 10 വരും, അതായത് 10 എന്ന് വരും അല്ലെ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 10 പ്ലസ് 2414 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോകണം പ്ലസ് 2414 ചെയ്താൽ 5093 കിട്ടും. ഓക്കെ, റേസ് ഇൻറ്റു 10 മൾട്ടിപ്ലൈഡ് ബൈ 10. ഈ ഒരു ഫാക്ടറിന് നമ്മൾ ആദ്യം 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? 10 പ്ലസ് 2414 ഡിവൈഡഡ് ബൈ 5093 ചെയ്താൽ എനിക്ക് ഇതാ ഈ ഒരു ഫ്രാക്ഷന്റെ ആൻസർ ആയിട്ട് 0.4739 കിട്ടും. ഓക്കെ, ഞാൻ ഡയറക്റ്റ് അതിനെ 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി. സോ ഈ ഒരു ഫാക്ടറി ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ ഡയറക്റ്റ് ഞാൻ കാൽക്കുലേറ്ററിൽ ഇതിന്റെ കൂടെ ഇൻറ്റു 10 എന്ന് അടിച്ചാൽ എനിക്ക് 4.73 കിട്ടും. അതായത് 10 പ്ലസ് 0.0 അല്ല 4.7398 കിട്ടും. അതായത് നമ്മുടെ IRR വേണ്ടി 14.73% കിട്ടും. ഓൾമോസ്റ്റ് കറക്റ്റ് ആയി നമുക്ക് കിട്ടും. ഇവിടെ 14.326 ഇവിടെ ഏകദേശം കറക്റ്റ് ആക്കിയിട്ട് 14.73% കിട്ടും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്താൽ, അതായത് ഫേക്ക് പേ ബാക്ക് പീരീഡ് കണ്ടെത്തിയിട്ട് നമ്മൾ ടാബിൽ പോയി ലൊക്കേറ്റ് ചെയ്താൽ ആക്ച്വൽ ആയിട്ട് കിട്ടും. പക്ഷെ ആ ലോ റേറ്റും ഹൈ റേറ്റും തന്നെ എടുത്തോളം നിർബന്ധമില്ല. ഈ കേസിൽ ഞാൻ 10 20 ആക്കി എടുത്തപ്പോൾ എന്താ സംഭവിച്ചതാ? 10ൽ എൻ പി പോസിറ്റീവ് ആണ്, 20ൽ എൻ പി നെഗറ്റീവ് ആണ്. സോ 10ന്റെയും 20ന്റെയും നടുക്ക് ഏതൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മുടെ എൻ പി 0 ആണ്. എന്താ 10ന്റെയും 20ന്റെയും നടുക്ക് ഏതൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് ചെയ്തത്. സോ അതിന്റെ കാൽക്കുലേഷൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ HR മൈനസ് LR എന്ന് പറഞ്ഞത് 12 13 14 15 ഒക്കെ ആയതുകൊണ്ട് ഇത്രയും നേരം ഇതുവരെ 1 ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ലെങ്കിലും സെയിം ആണ്. പക്ഷെ ഇവിടെ HR മൈനസ് LR എന്നുള്ളത് 20 മൈനസ് 10 വരുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 10 എന്നുള്ള കേസ് വരും. സോ ഈ 2414 ഡിവൈഡ് ബൈ 5093 ഈ ഒരു ഫ്രാക്ഷന്റെ ആൻസർ ആണ് 0.4739 ഇൻറ്റു 10. ഞാൻ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ബോർഡ് മാസ് പ്രകാരം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ 4.73ലേക്ക് ഇൻറ്റു 10 ലോവർ റേറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ 14.73 കിട്ടും. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ മൊത്തത്തിൽ ഈ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ IRR ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കും. എന്താ ഇനി IRR എന്താണ്? IRRന്റെ എക്സിപ്രോസിറ്റി അതൊക്കെ നമ്മൾ പഠിച്ച് ഇനി രണ്ട് പ്രൊജക്ട് വരുമ്പോൾ അതിന് IRRന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ രണ്ട് പ്രൊജക്റ്റിനെ എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രോജക്റ്റ് A ഉണ്ട്, പ്രോജക്റ്റ് B ഉണ്ട്. പ്രോജക്റ്റ് A ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ
ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1,26,000 ആണ്. പ്രോജക്ട് ബിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1,26,000 ആണ്. ഓക്കെ, ഇനി ക്യാഷ് ഫ്ലോസ്. ഇയർ 1 മുതൽ 5 വരെ ഉണ്ട്. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. പ്രോജക്ട് എന്റെ ഇയർ 1ലെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 20,000 ആണ്. ഇയർ 2ലെ ക്യാഷ് ഫ്ലോ 30,000 ആണ്. ഇയർ 3ലെ ക്യാഷ് ഫ്ലോ 50,000 ആണ്. ഇയർ 4ലെ ക്യാഷ് ഫ്ലോ 35,000 ആണ്. ഇയർ 5ലെ ക്യാഷ് ഫ്ലോ 45,000. ഓക്കെ, ഇനി പ്രൊജക്ട് ബിന്റെ ഇയർ 1ലെ ക്യാഷ് ഫ്ലോ 30,000. പ്രൊജക്ട് ബിയിലേത് 35,000. പ്രൊജക്ട് സിന്റേത് 45,000. അല്ല, ഇയർ 3 44,000. ഇയർ 4 30,000. ഇയർ 5 25%. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര തന്നിട്ടുണ്ട്, ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ റിക്വയർമെന്റ് ചെയ്താൽ പോവാം. ഓൺലി ഓൺലി വൺ പ്രൊജക്ട് ആണ് സെലക്ടഡ്. പ്രൊജക്ട് എ അല്ലെങ്കിൽ പ്രൊജക്ട് ബി, ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാക്കറ്റിൽ ഞാൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ആണ് എഴുതി. നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ടിന്റെ ഒക്കെ കേസിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ യൂസ് ചെയ്തായിരുന്നു. സോ നമ്മളുടെ ആകെ ക്യാപിറ്റൽ കൺസ്ട്രെയിൻ ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. ആകെ 1,20,000 ഉള്ളൂ. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നുകിൽ പ്രൊജക്ട് എ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊജക്ട് ബി ചൂസ് ചെയ്യാം. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ 1,26,000 ഞാൻ റേസ് ചെയ്തത് 8% കോസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ റിക്വയർമെന്റ് ചെയ്താൽ പോകണം. റിക്വയർ നമ്പർ 1, സെലക്ട് രണ്ട് റിക്വയർമെന്റ് ഉണ്ട്. ഒന്ന്, സെലക്ട് പ്രോജക്ട് ബൈ യൂസിങ് എൻ പി വി ആസ് ടൂൾ. എൻ പി വി എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് പ്രൊജക്റ്റിൽ ഏതാണോ നല്ല പ്രൊജക്ട് അത് ചൂസ് ചെയ്യണം. അത് റിക്വയർമെന്റ് നമ്പർ 1. ഇനി റിക്വയർമെന്റ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ സെലക്ട് പ്രോജക്ട് ബൈ യൂസിങ് IRR ഓഫ് ടൂൾ. IRR എന്ന് പറയും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ യൂസ് ചെയ്തിട്ട് രണ്ടിനെയും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിച്ചിട്ട് ഏത് പ്രൊജക്റ്റ് ആണ് നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് പ്രൊജക്റ്റ് ആണ് നല്ലതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടിനും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സെയിം ആണ്. ഓക്കെ, ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പക്ഷെ രണ്ട് രീതിയിൽ നമ്മൾ നോക്കണം. എൻ പി വി യൂസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ IRR യൂസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം റിക്വയർ നമ്പർ 1 ചെയ്തോ. സിമ്പിൾ ആണ്, രണ്ടിന്റെയും എൻ പി കണ്ടെത്താം. ഏറ്റവും കൂടുതൽ എൻ പി ഉള്ള നമ്മൾ ചെയ്യും. ആദ്യം രണ്ടിന്റെയും എൻ പി കണ്ടെത്തിയിട്ട് ഏത് ഇതാണെന്ന് നോക്കും. IRR നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ചെയ്യാം.
പ്രൊജക്റ്റ് ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ റേറ്റിംഗ് 14 to 82. 14,282 അല്ലേ? ആ ശരി. റിക്വയർ നമ്പർ 1 കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് രണ്ടാമത്തെ ഞാൻ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ ചെയ്തോ, അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു. ആരാധന പ്രൊജക്ട് ബീന എൻ പി എത്ര കിട്ടി? ചെയ്യാ. ആ ചെയ്തു ചെയ്തു. എൻ പിക്ക് ഇത്ര സമയം എടുക്കരുത്. അല്ല, നിങ്ങൾ സമയം എടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. എൻ പി ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് സെക്കൻഡ്സിനോട് കിട്ടണം. ഞാൻ അറിയണ്ട IRR ആദ്യം ചെയ്യാൻ തുടങ്ങി സ്റ്റെപ്സ്. കാരണം IRR നമുക്ക് ആദ്യം പിന്നെ ചെയ്യാം. ആദ്യം എൻ പി ചെയ്യും. $6,572. അതെ ശരിയാണ്. അപ്പൊ രണ്ട് പ്രൊജക്ടിന് നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടില്ലേ? ഏത് പ്രൊജക്റ്റാ സെലക്ട് ചെയ്യേണ്ടത് സുബിത? എൻ പിന്റെ പോയിന്റ് ഓഫ് വ്യൂ. രണ്ടും സെലക്ട് ചെയ്യാം. ആ കൂടുതൽ രണ്ടും സെലക്ട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതാ ഇവിടെ ഒന്നേ ഇതിന് പറ്റുള്ളൂ. അപ്പൊ പ്രോജക്റ്റ് പ്രൊജക്ട് ചെയ്യല ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ പ്രൊജക്ട് ചെയ്യലാണ്. സോ എൻ പി പ്രകാരം പ്രൊജക്ട് ചെയ്യാമെന്നുള്ളത് അല്ലേ? അത് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് IRR ഡിസ്കസ് ചെയ്യാം. സോ IRRന്റെ ബേസിൽ ഏത് പ്രൊജക്റ്റാണ് നല്ലതെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പ്രൊജക്ട് എന്റെ IRRും പ്രൊജക്ട് ബിന്റെ IRRും കാൽക്കുലേറ്റ് ചെയ്യാം. സോ നിങ്ങൾ ആദ്യം പ്രൊജക്ട് എന്റെ IRR കാൽക്കുലേറ്റ് ചെയ്തോ. IRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് 2% കിട്ടും. ഓക്കെ, നിങ്ങൾ നാളെ ലോവർ റേറ്റും ഹയർ റേറ്റും കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയാം. ഞാൻ ടേബിൾ എടുത്തു തരാം. പക്ഷേ രണ്ട് പെർസെന്റേജിലും ലോവർ റേറ്റിലും ഹയർ റേറ്റിലും നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പം ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. രണ്ടും നമ്മള് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് മോസ്റ്റ് ഓഫ് ദി കേസിൽ നമുക്ക് കിട്ടി. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് കിട്ടുക നമ്മൾ ചെയ്ത്. ഇവിടെ 2% നെഗറ്റീവ് വരാം. ലോവർ റേറ്റിലും ഹയർ റേറ്റിലും നെഗറ്റീവ് ആണ് എനിക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാണ്ട്. ബുഷറ NP കഴിഞ്ഞില്ലേ? ആദ്യം പ്രൊജക്ട് എന്റെ IRR കണ്ടുപിടിച്ചു. എന്താ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ്? അല്ലെ, നമ്മള് ലോവർ റേറ്റ് കിട്ടുന്നു ഹയർ റേറ്റ് കിട്ടുന്നു അല്ലെ? ഒന്നില് പോസിറ്റീവ് NP, ഒന്നില് നെഗറ്റീവ് NP. അങ്ങനെ ചെയ്യുമ്പോ അല്ലെ? ആ ചെയ്യുന്നു അവിടെയൊക്കെ എത്തുന്നു. പിന്നെ ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ നടുവിലായിരിക്കും NP, നമുക്ക് മനസ്സിലായി. പിന്നെ രണ്ടിലും പോസിറ്റീവ് ആണെങ്കിൽ ലോവർ റേറ്റിലും NP പോസിറ്റീവ് ആണ്, ഹയർ റേറ്റിലും പോസിറ്റീവ് ആണെങ്കിൽ ആ കേസിൽ നമ്മൾ IRR കണ്ടുപിടിച്ചു. ഈ കേസിൽ നിങ്ങൾക്ക് 2% കിട്ടും. ഓക്കെ, ലോവർ റേറ്റും ഹയർ റേറ്റും ഉണ്ട്. ആ രണ്ട് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടുക. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് മൈനസ് പ്ലസ് മൈനസ് ഒന്ന് ശ്രദ്ധിക്കാണ്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതെല്ലാം നമ്മളെ പ്രയോറിറ്റി. നമ്മൾ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് ആണെങ്കിൽ IRRനെ എങ്ങനെ യൂസ് ചെയ്യാം, IRR യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റേഷൻ നടത്താം, അതാണ് നമ്മൾ പ്രയോറിറ്റി. ആ മൈനസ് വരുന്നത് വിഷയമാകണ്ട. ഞാൻ ടേബിൾ എടുത്തല്ലോ.
അതിന്റെ മുന്നേ ഏതായാലും ഞാനൊന്ന് ഫേക്ക് പേ ബാക്ക് പീരീഡ് ഒന്ന് കണ്ടെത്തട്ടെ. ഇതാ പ്രൊജക്ട് ചെയ്ത ഫേക്ക് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1,26,000 ആണ്, ഡിവൈഡഡ് ബൈ 36,000 ആണ് ആവറേജ് ക്യാഷ് ഫ്ലോ. സോ 3.5 എന്നുള്ള വാല്യൂ ഉണ്ട് അല്ലേ. സോ പ്രൊജക്ടിന്റെ ലൈഫ് 5 ഇയേഴ്സ് ആണ്. 5 ഇയേഴ്സ് ആണെങ്കിൽ ഇതാ 3.5 ഞാൻ ലൊക്കേറ്റ് ചെയ്യണതാ. 3.5 ഇവിടെ വരുന്നത് വെച്ചാൽ 3.51 ഉണ്ട്, 3.51 ഉണ്ട്, 3.43 ഉണ്ട്. സോ ഇതിന്റെ രണ്ടും നടുക്കായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ 3.5 എന്നുള്ള വാല്യൂ വരുന്നത്. സോ 13-14 ആണ് നമ്മളെ ലോവർ റേറ്റും ഹയർ റേറ്റും, 13%-ഉം 14%. ബുഷിറ പറഞ്ഞോ, അപ്പൊ ഡൗട്ടില്ല ഇത് ചോദിച്ചു. വരുമ്പം നെഗറ്റീവ് ഫിഗർ ആണോ വരുന്നത്? അതെ, എൻ പി എടുത്ത് 13% എത്ര കിട്ടി? എൻ പി വി വാല്യൂ 1,18,230, അതിന്ന് 1,26,000 മൈനസ് ചെയ്യുമ്പം 7,770 അതാണോ? അല്ല, 13%-ൽ 100% വാല്യൂ ഒന്നുകൂടി ചെയ്തു. ആരാധന എത്ര കിട്ടി? -4264. അതെ, 4264 മൈനസ് മൈനസ് അല്ലേ? അതെ, -4264. ഓക്കെ, 4264 4263 ബുഷിറ ഒന്നുകൂടി ചെയ്ത് നോക്കൂ. ആരാധന ഇതിലെത്ര കിട്ടിയ ഹയർ റേറ്റിൽ 14%-ൽ? പെർസെന്റേജ് ഏതായിരുന്നു, ഏതൊക്കെയായിരുന്നു? 13-14 എന്താ 15 ചെയ്തിട്ടൊക്കെ. ചെയ്ത്? -11632. അല്ല 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 അല്ല, ഒന്നുകൂടി നോക്കും. 7,000 സംതിങ് ഒന്നുകൂടി നോക്കും.
ഭൂരിശ്വരൻ 14 എത്ര കിട്ടി? ഫോർട്ടീൻ്റെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, -7.529 കിട്ടി. സുബിത എവിടെ എത്തി? അതങ്ങനെ കിട്ടിയോ? NPV കിട്ടി 752-ന്. 29 കിട്ടില്ലേ? സുബിത എവിടെ എത്തി? 14% 11,000 ആണോ? 6,632. അല്ലല്ല, അതാ NP ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 13%-ൽ -4264, ഇത് കിട്ടി 14%-ൽ നെഗറ്റീവ്. 14% ഉണ്ട്. ഇല്ല, ആ ആദ്യത്തെ കിട്ടി, രണ്ടാമത്തത് ശരിയായില്ല, തെറ്റി. ആരാധന, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. NP 13%-ൽ നെഗറ്റീവാ. ഓക്കെ, 14 നെഗറ്റീവ് അല്ലേ? 13%-ൽ 14 നെഗറ്റീവ് അല്ലേ വരുന്നത്? അതെ, 30-ൽ 40-ൽ നെഗറ്റീവ് ആണ്. ഞാൻ ചോദിക്കണത് വെച്ചാൽ 30-ൽ നെഗറ്റീവ് ആണ്. നമുക്ക് 0 നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ള പെർസെന്റേജ് ആ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 30-നെക്കാട്ടിയും വലുതായിരിക്കും ചെറുതായിരിക്കും? ചെറുതായിരിക്കണം. ചെറുതായിരിക്കണം അല്ലെ? ഡിസ്കൗണ്ട് റേറ്റ് കുറയുമ്പോഴാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കുറയാം. ഈ നെഗറ്റീവിൽ നിന്നും NP കുറഞ്ഞ് 0-ൽ എത്താം. ഓക്കെ, ഞാൻ ജസ്റ്റ് ചുമ്മാ ചോദിച്ചാണ്. പക്ഷെ ഈ കാൽക്കുലേഷന്റെ കോംപ്ലിക്കേഷനിൽ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതായത് സെയിം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് രണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ IRR ബേസിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു ലോജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലസും മൈനസും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങൾ പേടിക്കണം. രണ്ട് NP മനസ്സിലായില്ലേ? അതായത് നേരത്തെ നമുക്ക് 13-ൽ പോസിറ്റീവും 14-ൽ നെഗറ്റീവ് ആണെങ്കിൽ 13-നും 14-നും ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് IRR നമുക്ക് മനസ്സിലായി. ഇനി 13-ലും 14-ലും പോസിറ്റീവ് ആണെങ്കിൽ 14-നും കഴിഞ്ഞ് മുന്നോട്ട് പോകണം. ഡിസ്കൗണ്ട് റേറ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ ഡിക്രീസ് ആയി 0-ൽ എത്തുക. ഓക്കെ, ഇവിടെ രണ്ടിലും നെഗറ്റീവ് ആയി 13-ലെ നെഗറ്റീവ് ആയി കഴിഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ 13%-ലാണ് NP നെഗറ്റീവ് ഉള്ളത്. സോ 0 എന്ന് പറയുന്നത് 13-നെക്കാട്ടും ചെറുതായിട്ടുള്ള ഏതെങ്കിലും ഡിസ്കൗണ്ട് റേറ്റിലാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ കാൽക്കുലേഷൻ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇങ്ങനൊന്നും നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും ചോദിക്കില്ല, ഇങ്ങനെ പ്ലസ് മൈനസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് A മാത്രം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഇതാ, സോ ഞാൻ ലോവർ റേറ്റും ഹയർ റേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടിന്റെയും NPയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. NP ആയിട്ട് ലോവർ റേറ്റ് എത്ര? -4264 അല്ലെ? -4264. സുബിത ഒന്ന് ശ്രദ്ധിച്ചോ. ഇതാ, അതായത് രണ്ടിലും മൈനസ് വരാണെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ എന്താ ഡിഫറൻസ് വരാന്നാ നോക്കുന്നത്. NPV അറ്റ് ലോവർ റേറ്റ് എന്ന് പറഞ്ഞാൽ -4264 ഡിവൈഡഡ് ബൈ NPV അറ്റ് ലോവർ റേറ്റ്, വീണ്ടും -4264 NPV അറ്റ് ലോവർ റേറ്റിൽ നിന്നും നമ്മൾ NP അറ്റ് ഹയർ റേറ്റ് ലെസ് ചെയ്യണം. അതായത് NP അറ്റ് ലോവർ റേറ്റ് മൈനസ് NP അറ്റ് ഹയർ റേറ്റ്. സോ മൈനസ് ഞാൻ ചെയ്തു, വീണ്ടും NP അറ്റ് ഹയർ റേറ്റ് ഇതാ വീണ്ടും മൈനസ് ആണ്. -7529. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? -4264 ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള 7529 ലെസ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? അതിനെ മാറ്റി ചെയ്താൻ പോകുന്നു. 13+, ഇവിടെ ന്യൂമറേറ്ററിൽ 4264 നെഗറ്റീവ് ആണ്, അത് അവിടെ നോട്ടെ. ഡിവൈഡഡ് ബൈ ഞാൻ ഈ രണ്ട് നെഗറ്റീവ്സിനെ ഞാൻ പോസിറ്റീവ് ആക്കി ചെയ്താൽ പോകും. അതായത് നോർമലി നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഈ ഒരു നെഗറ്റീവിനെയും ഞാൻ പോസിറ്റീവ് ആക്കി എഴുതി. ഓക്കെ, അത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ അവസ്ഥ? -4264 ഡിവൈഡഡ് ബൈ -4264 +7529. ഓക്കെ, ഈ രണ്ട് മൈനസുകളെ ഞാൻ ആഡ് ചെയ്തിട്ട്
മൈനസ് 4264 പ്ലസ് 75299 ഇപ്പൊ എന്തായി ഇതാ 13 പ്ലസ് വീണ്ടും ന്യൂമറേറ്ററിൽ -4264 ഡിവൈഡഡ് ബൈ ഇതാ ഈ വലിയ എമൗണ്ടിൽ നിന്നും ഞാൻ ഈ ചെറിയ എമൗണ്ട് ലെസ് ചെയ്യാൻ പോവാം 4264 എന്നിട്ട് ഞാൻ വലിയ എമൗണ്ടിന്റെ സൈൻ ഇടും. അതായത് നമ്മുടെ ഈ 7529 നിന്നും ഞാൻ 4264 ലെസ് ചെയ്താൽ എനിക്ക് 3165 എന്ന് കിട്ടും. ഓക്കെ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള 3165. ഇപ്പൊ ദാ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ഉള്ളത്. അതായത് 13 പ്ലസ് -4264 ഡിവൈഡഡ് ബൈ 3165. അങ്ങനെയാണെങ്കിൽ ഇതാ 13ലേക്ക് ഞാൻ ഈ ഫ്രാക്ഷനെ ആൻസർ ചെയ്താൽ പോകണം. സോ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഡയറക്റ്റ് അടിച്ചാൽ മതി. -4264 ആദ്യം ഒരു മൈനസ് അടിക്കാം. -4264 ഡിവൈഡഡ് ബൈ 3165 ചെയ്താൽ നമുക്ക് ആൻസർ 1.34 എന്ന് കിട്ടും. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് എമൗണ്ട്. ഓക്കെ, അതായത് 3264 അല്ലേ വരുന്നത്? എങ്ങനെ 3264 അല്ലേ വരുന്നത്? NPV ആണോ? ആ അല്ല, NPV അല്ല, ഇത് ആഡ് ചെയ്താണോ? 1 സെക്കൻഡ്. അല്ല 7529. സബ്ട്രാക്ട് ചെയ്തപ്പോ അതെ, 7529 മൈനസ് 4264 ചെയ്താൽ 3265 അല്ലേ? ഓക്കെ ഓക്കെ, ഒരു 1 മാർക്ക്. 3265 ഇതാ ഈ ഒരു ഫ്രാക്ഷനിൽ ഇപ്പൊ -4264 ഡിവൈഡഡ് ബൈ +3265. അത് ഡയറക്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിച്ചാൽ ഇതാ ആദ്യം ഒരു മൈനസ് അടിച്ചാൽ മതി. -4264 ഡിവൈഡഡ് ബൈ 3265 ചെയ്താൽ -1.3 കിട്ടും. ഓക്കെ, ഇപ്പൊ എന്താ അവസ്ഥ? നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള 30 എന്നുള്ള എമൗണ്ടിലേക്ക് പ്ലസ് -1.3 ആഡ് ചെയ്യണം. ഓക്കെ, അതായത് രണ്ട് ഡിഫറെന്റ് എമൗണ്ട് ആണ്. ഞാൻ ഈ 30യിൽ നിന്നും ഇത് ലെസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് നിങ്ങൾ +13 അടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 30ന്ന് 1.3 ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 11.69 സംതിങ്. 11.69. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊജക്ട് എന്റെ. ഓക്കെ, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 അല്ലേ? അതായത് പ്രൊജക്ട് എ എന്ന് പറഞ്ഞ പ്രൊജക്ട് മാത്രം നോക്കുമ്പോൾ NPV ബേസിൽ നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തില്ലേ? പ്രൊജക്ട് എനെ ഞാൻ NPV ഇതിൽ അക്സെപ്റ്റ് ചെയ്തപ്പോൾ രണ്ട് പോസിറ്റീവ് ആണ്, പ്രൊജക്ട് ബിയും പോസിറ്റീവ് ആണ്. സോ കമ്പാരിറ്റീവ്ലി നല്ലത് പ്രൊജക്ട് എ ആണ്, കാരണം ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ പ്രൊജക്ട് എയിലാണ്. ഓക്കെ, ഇനി പ്രൊജക്ട് എനെ മാത്രം IRR ബേസിൽ നോക്കുകയാണെങ്കിൽ 11.69 എന്നുള്ള പെർസെന്റേജിലാണ് NPV 0 ആണ്. ഇതാ 11.69. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആണ്. ഓക്കെ, എന്തായാലും പോസിറ്റീവ് ആയിരിക്കും അല്ലെ? IRR എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാ. ഇവിടെ 11.69 ആണ് വലുത് 8-നെക്കാളും. നമുക്ക് പ്രൊജക്ട് എ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ IRRന്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൊജക്ട് ബിന്റെ ചെയ്തു. നിങ്ങൾ ചെയ്തോ, സിമ്പിൾ ആണ്, നോർമൽ കാൽക്കുലേഷൻ ആണ്. ഫേക്ക് പേ ബാക്ക് ക്രെഡിറ്റ് കിട്ടിയപ്പോൾ ഞാൻ പറയാം, ഞാൻ ടേബിൾ എടുത്തത്. പ്രോജക്ട് ബിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1,26,000, ആവറേജ് ക്യാഷ് ഫ്ലോ 33,000 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 3.818 കിട്ടും അല്ലെ? ഫേക്ക് പേ ബാക്ക് പീരീഡ്. പ്രൊജക്ടിന്റെ ലൈഫ് 5 ഇയേഴ്സ് ആണ്. ഞാൻ ടാബ് എടുത്തരാം. 3.818 3.818 3.79 ഉണ്ട്, 3.88 ഉണ്ട്. ഇതിന്റെ നടുക്കായിരിക്കും 3.818. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ലോ റേറ്റും ഹയർ റേറ്റും എന്ന് പറയുന്നത് 9%ഉം 10%ഉം.
ആരാധന പറഞ്ഞു. സർ NPV at 9%, 3231 ആണോ? അതെ, NPV at 9%, 3231 ആണ്. അതുപോലെ തന്നെ NPV മറ്റേത് 20.94. അതെ അതെ, NPV at 10% എന്ന് പറഞ്ഞാൽ 20.94. 94 അവിടെ നോക്കാം, 20 മതി. രണ്ടിലും പോസിറ്റീവ് അല്ലെ. അതായത് 10%-ൽ NPV പോസിറ്റീവ് ആണ്, പക്ഷെ ചെറിയൊരു എമൗണ്ട് അല്ലെ. സോ കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ നമ്മുടെ NPV 0 ആയിരിക്കും. IRR ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് IRR കിട്ടും. Then 0.006 എത്ര? IRR. 10 പോയിന്റ് 10.006 006 to ശരിയാണ്. അപ്പം പ്രൊജക്ട് എന്റെ IRR കിട്ടി, പ്രൊജക്ട് ബിന്റെ IRR കിട്ടി. ഇതാ കിട്ടിയത്. 0.99 എനിക്ക് കിട്ടിയത്. ഇതില് രണ്ടും ഏത് കൂടി ഏത് 9.99 എനിക്ക് കിട്ടിയത്. നമ്മുടെ IRR IRR. ആണോ? ആ അല്ല 10.06. അത് രണ്ടും പോസിറ്റീവ് അല്ലേ. അപ്പൊ ആഡ് ചെയ്യാം. ഒന്ന് നോക്കാം. ഒരു ശ്രദ്ധിച്ചോ. 3231 പ്ലസ് 20 അല്ലേ ആഡ് ചെയ്യേണ്ടത്? അല്ല, അത് ആഡ് ചെയ്യണ്ടല്ലോ, ഇത് പോസിറ്റീവ് ഫിഗർ അല്ലേ. അപ്പൊ ഡയറക്റ്റ് ലെസ് ചെയ്യല്ലേ വേണ്ടി നമ്മള്. അതായത് ഡയറക്റ്റ് ലെസ് ചെയ്യും. ഓക്കെ നേരത്തെ നെഗറ്റീവ് ആയതുകൊണ്ടാണ് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ രണ്ടും ഓക്കെ പോസിറ്റീവ് ആണ്. സോ NPV at low rate minus NPV at high rate ഡയറക്റ്റ് ലെസ് ചെയ്താൽ മതി. ആരാധന കിട്ടിയോ? യെസ് സർ, 10.006. ഓക്കെ, ശരിയാണ്. കിട്ടില്ലേ? സോ ദ IRR is equal to lower rate plus lower rate 9 ആണ്, പ്ലസ് NPV at lower rate 3231. അതായത് രണ്ടിലും പോസിറ്റീവാ. മുന്നോട്ട് പോയാലേ നെഗറ്റീവിലേക്ക് എത്തുള്ളൂ. 10നെ കാട്ടി കുറച്ചും കൂടി മുന്നോട്ട് പോകണം. 9 പ്ലസ് NPV at lower rate എന്ന് പറഞ്ഞാൽ 3231 ആണ്, ഡിവൈഡഡ് ബൈ NPV at lower rate 3231 മൈനസ് NPV at higher rate. പോസിറ്റീവ് എമൗണ്ട് ആണ്, ഡയറക്റ്റ് ലെസ് ചെയ്താൽ മതി. ഇൻറ്റു HR മൈനസ് എല്ലാവരും 1 ആണ്. സോ ഞാൻ അത് ചെയ്യുന്നില്ല. 9 പ്ലസ് 3231 ഡിവൈഡഡ് ബൈ 3210 എന്ന് വരും. 2 ലെസ് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ 3231 ഡിവൈഡഡ് ബൈ 3210 ചെയ്താൽ 1.006 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് പോയിന്റ് ഇടാൻ മതി. 9 പ്ലസ് 1.006 അതായത് 10.006 ആണ് നമ്മുടെ പ്രൊജക്ട് ബിയുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് NPV 0 എന്ന പോയിന്റ് അല്ലെ. ഇനി ഞാനൊരു സമ്മറി ഇടാം. ഓക്കെ, പ്രൊജക്ട് എ നമ്മൾ നോക്കിയത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആയിരുന്നു അല്ലെ. രണ്ടിന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം ആണ്, കാരണം നമ്മൾ ഒറ്റ ഒരു 1,26,000 ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രൊജക്ട് എനും ബിനും നോക്കുമ്പോൾ നമ്മൾ സെയിം ആണല്ലോ ചെയ്യാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം ആണ് രണ്ടിന്റെയും. പ്രോജക്ട് എന്റെ IRR എന്ന് പറഞ്ഞാൽ 11.69 ആയിരുന്നു അല്ലെ. IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതാണ്. അതുപോലെ തന്നെയാണ്
പ്രൊജക്ട് ബിയും 10.006 8-നെക്കാട്ടും വലുതാണ്. അതുകൊണ്ട് 8-ൽ ഡിസ്കൗണ്ട് ചെയ്ത് എന്തായാലും പോസിറ്റീവ് NPV കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ രണ്ട് പ്രൊജക്റ്റും സെപ്പറേറ്റ് പ്രൊജക്ട്സ് ആണെങ്കിൽ, അതായത് ഇൻഡിപെൻഡന്റ് പ്രൊജക്ട്സ് ആണെങ്കിൽ പ്രൊജക്ട് A നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഏത് NPVന്റെ ബേസിസിൽ അക്സെപ്റ്റ് ചെയ്യാം. അതായത് NPV പോസിറ്റീവ് ആണ്, പ്രൊജക്ട് എയും അക്സെപ്റ്റ് ചെയ്യാം, പ്രൊജക്ട് ബിയും അക്സെപ്റ്റ് ചെയ്യാം. NPVന്റെ കേസിൽ രണ്ടും ഓക്കെയാണ്. ഇനി IRRന്റെ കേസിലും നമുക്ക് പ്രൊജക്ട് എയും അക്സെപ്റ്റ് ചെയ്യാം, പ്രൊജക്ട് ബിയും അക്സെപ്റ്റ് ചെയ്യാം. കാരണം രണ്ടിന്റെയും IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണ്. സോ NPV രണ്ടിന്റെയും പോസിറ്റീവ് ആണ്, രണ്ട് NPVന്റെയും പോസിറ്റീവ് ആണ്. പക്ഷേ നമുക്ക് ഓൺലി വൺ പ്രൊജക്ട് ക്യാൻ ബി സെലക്ടഡ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ആണ്. അതായത് സെലക്ഷൻ ഓഫ് വൺ പ്രൊജക്ട് ഓട്ടോമാറ്റിക്കലി റിജക്ട് അതേഴ്സ്. പ്രൊജക്ട് എ സെലക്ട് ചെയ്താൽ പ്രൊജക്ട് ബി പോയി, പ്രൊജക്ട് ബി അക്സെപ്റ്റ് ചെയ്താൽ പ്രൊജക്ട് എ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ NPVന്റെ കേസിൽ നമ്മൾ പ്രൊജക്ട് എ ആയിരുന്നു അല്ലെ അക്സെപ്റ്റ് ചെയ്തത്. നമ്മളിപ്പോ ചെയ്ത കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഒരു കൺക്ലൂഷൻ പോലെ ചെയ്താ. ഇതാ പ്രൊജക്ട് എ ഉണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഈ IRR പ്രോജക്റ്റ് എയിൽ നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്? -11.69 അല്ലേ കിട്ടിയ നമുക്ക്? എവിടെ 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 ഇവിടെ അല്ല ഇവിടെ അല്ലേ? അല്ല, ആ ഇവിടെ മൈനസ് അല്ലല്ല, അല്ല. 13. ഓക്കെ ഓക്കെ അതെ, ഓക്കെ, 13 ആണ് പോസിറ്റീവ് വലിയ എനർജി. സൈൻ. ഓക്കെ, ഓക്കെ ഓക്കെ. 13ലേക്ക് നമ്മൾ -1.3 ആഡ് ചെയ്യുന്നതും 13 ഡയറക്റ്റ് -1.3 ലെസ് ചെയ്തതും സെയിം എഫക്റ്റ് ആണ്. അതായത് വലുതിൽ ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഉണ്ട്. വലുതിന്റെ സൈൻ 13ന്റെ സൈൻ പോസിറ്റീവ് അല്ല. ഓക്കെ, IRR എപ്പോഴും നെഗറ്റീവ് എന്നുള്ള സംഗതി വരില്ല. സോ ദാ പ്രോജക്ട് എന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ 14,008 14,000. പറഞ്ഞു. NPV പ്രകാരം നമ്മൾ പ്രൊജക്ട് എ അക്സെപ്റ്റ് ചെയ്തു, ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ രണ്ടാമത്തെ IRR വെച്ച് നോക്കുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, മ്യൂച്വലി പ്രൊജക്ട് അല്ലേ. അപ്പൊ നമ്മൾ ഒന്ന് റിജക്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കും. അപ്പൊ അതിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണേണ്ടി വരുമോ? അല്ല 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 അല്ല. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ അന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ അല്ലെ, 5 മില്യൺ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇനി മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെങ്കിലും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്യാം. പക്ഷെ IRR യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രൊജക്ടിനെ അനലൈസ് ചെയ്യാം. ഈ ഒരു കേസിൽ രണ്ട് പ്രൊജക്റ്റും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഒന്നെങ്കിൽ പ്രൊജക്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ബി. അപ്പൊ ഈ ഒരു സിനാരിയോയിൽ IRR എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മൾ പ്രൊജക്ട് എ ആണോ പ്രൊജക്ട് ബി ആണോ ചൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NPV നമുക്ക് സിമ്പിൾ ആണ്, കാരണം എന്റെ NPV ആണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊജക്ട് എ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇതാ പ്രൊജക്ട് എന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 14,282 ആണ്. പ്രൊജക്ട് ബിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ 6,572. ഓക്കെ, ഇനി ഞാൻ IRR കൂടെ ചെയ്താ പ്രൊജക്ട് എന്റെ IRR 11.8 എത്രയായിരുന്നു? 11.69 അല്ലേ, 11.69% ആണ്. പ്രൊജക്ട് എന്റെ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് NPV 0 എന്ന് പോയിന്റ് പറഞ്ഞാൽ 11.69% ആണ്. പ്രൊജക്ട് ബിന്റെ 10.006% ആണ്. ഓക്കെ, ഇതാണ് അവസ്ഥ. ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്യുന്നത്. NPVന്റെ ബേസിൽ നമ്മളെ റിക്വയർമെന്റ് വേണമെന്ന് പറഞ്ഞാൽ NPVന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രൊജക്ട് എ ആണോ ബി ആണോ ബെറ്റർ. കാരണം നമ്മുടെ അടുത്ത് ആകെ ഒറ്റ 1,26,000 ഉള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ പ്രൊജക്ട് എ അല്ലെങ്കിൽ പ്രൊജക്ട് ബി. ഒറ്റ ഒരു ഓപ്ഷൻ ഉള്ളൂ നമുക്ക്, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. ഒന്നെങ്കിൽ പ്രൊജക്ട് എയിലോ അല്ലെങ്കിൽ പ്രൊജക്ട് ബിയിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് NPV പ്രകാരം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്? പ്രൊജക്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്. ഓക്കെ, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, പ്രൊജക്ട് എ ആണോ ബി ആണോ IRR ബേസിൽ നല്ലത്? നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താ തോന്നുന്നത്? എ അല്ലേ? എ ആണോ ബി ആണ്. ബി ആണ്. ബി ആണോ? ആരാധന ഇത് പറഞ്ഞു. ബി ആണോ? സുബിത എന്തുകൊണ്ട് എ എന്ന് പറഞ്ഞു? എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇന്റേണൽ എ ആണോ? റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ ആവും തോറും നമുക്ക് പ്രോഫിറ്റ് കൂടുതലല്ലേ വരിക? അതെ, കൂടുതലാണ് വരിക. എ ആണ് കറക്റ്റ് അപ്പൊ ആൻസർ. എന്തുകൊണ്ട്? ആ പറഞ്ഞു പറഞ്ഞു.
അപ്പൊ നമ്മള് കൂടുതൽ ഇത് കിട്ടണതല്ലേ പ്രൊജക്റ്റ് അല്ലേ സെലക്ട് ചെയ്യേണ്ടത്? അതാ സെലക്ട് ചെയ്യുന്നത്. ഇതിലേക്കാണ് ഞാൻ അതോ വരാൻ പോകുന്നത്. IRR 0 വരണേന് ദാറ്റ് മീൻസ് അതിന്റെ അടുത്തുള്ളതാണോ? അല്ലല്ല, ഞാനിലേക്ക് വരാം. ആ പോയിന്റില്ല. ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, അതായത് IRRന്റെ ബേസിൽ നമ്മൾ രണ്ട് പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ IRR വെച്ചിട്ട് ഏത് പ്രൊജക്റ്റാണ് നല്ലത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചു, ഈ കേസിൽ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പ്രൊജക്ട് എയിൽ അക്സെപ്റ്റ് പ്രൊജക്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊജക്ട് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാ പ്രൊജക്ട് എന്റെ IRR എന്ന് പറഞ്ഞാൽ 11.69%. ഓക്കെ, പ്രൊജക്ട് എന്റെ IRR എവിടെ ആയിരുന്നു? ഇതാ പ്രൊജക്ട് എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 8%. ഓക്കെ, ഇതാ 11.69 എന്ന് പറഞ്ഞ പെർസെന്റേജ് വരെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോയാലും നമ്മുടെ പ്രൊജക്ട് എ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, 11.6 കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയാലേ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവിലേക്ക് വരുള്ളൂ. ഓക്കെ, അതായത് ഈ കേസുകളിലൊക്കെ ഇതാ അതായത് നമ്മുടെ IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതിൽ 8 മുതൽ 11.69 വരാം. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സിനാരിയോ തന്നെ പ്രൊജക്ട് ബിന്റെ കൂടി വരയ്ക്കാൻ പോകുക. പ്രൊജക്ട് ബിന്റെ പ്രൊജക്ട് ബിന്റേത് 10. വേണ്ട, നേരത്തെ മുകൾക്ക് ഇതിലെ വരയ്ക്കും, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. 8% ആണ് നമ്മുടെ എന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, 11.69% ആണ് പ്രൊജക്ട് എന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. പക്ഷെ പ്രൊജക്ട് ബിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10.006 ആണ്. അതായത് 8ൽ നിന്നും നമ്മൾ 10ലേക്ക് എത്തുമ്പോൾ പ്രൊജക്ട് ബിന്റെ ആണ് അവിടെ എഴുതുന്നത്. ഇതാ 10.006. ഓക്കെ, 10.006 എന്നുള്ള ഡിസ്കൗണ്ട് റേറ്റ് വരാൻ നമ്മുടെ NP പോസിറ്റീവ് ആണ്. ഈ കേസിലൊക്കെ NP പോസിറ്റീവ് ആണ്. നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് 8 ആണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇപ്പൊ 8 ആണ്. ഓക്കെ, പ്രൊജക്ട് എ ഉണ്ട്, പ്രൊജക്ട് ബി ഉണ്ട്. പ്രൊജക്ട് എ, പ്രൊജക്ട് ബി, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്ന് ചേഞ്ച് ആവാൻ ചാൻസ് ഇല്ലേ? നമ്മൾ ബാങ്ക് ഇൻട്രസ്റ്റ് കൂട്ടാൻ ചാൻസ് ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടാൻ ചാൻസ് ഇല്ലേ? ഇൻ കേസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങാനും കൂടി പോയിട്ട് 9ഓ 10ഓ 10.6ഓ ആയാൽ, ഇതാ ഇൻ കേസ് നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങാനും കൂടിയിട്ട് 8ൽ നിന്നും ഇൻക്രീസ് ആയിട്ട് 10.006 എത്തിയാൽ നമ്മുടെ പ്രൊജക്ട് ബിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ അവിടെ 0 ആയി. ഓക്കെ, അപ്പോഴും നമ്മളെ പ്രൊജക്ട് എ സേഫ് ആ, കാരണം 10.006 പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ട് എയില് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് 11.69 എന്നുള്ള പെർസെന്റേജ് വരെ നമ്മൾ സേഫ് ആ. ഓക്കെ, കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമ്മളെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട് ഏതില്, നമ്മുടെ പ്രൊജക്ട് എയില്. പക്ഷെ നമ്മുടെ പ്രൊജക്ട് ബിയിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറച്ച് അടുത്താണ് നിൽക്കുന്നത്. ഇൻ കേസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയി, നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് കൂട്ടേ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺ ചോദിക്കാന്ന് വെച്ചാൽ, അതായത് 11.69% വരെ പ്രൊജക്ട് അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആണ്. അതായത് 10ൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇൻ കേസ് നമ്മുടെ
നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയി, പെട്ടെന്ന് ബാങ്കിലെ കുറച്ച് റിസഷൻ ഒക്കെ വന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയി, അതായത് 1,26,000 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ട് 11% ആയി. 11% ആണെങ്കിൽ എന്താ സംഭവം? ഇതാ പ്രൊജക്ട് എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11% ആയാൽ ഇതാ ഇവിടാണ് 11% വരാം. 11% നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് യൂസ് ചെയ്താലും അപ്പോഴും എന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് റിട്ടേൺസിലായിരിക്കും അല്ലെ. 11 എന്നാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഐ ആർ ആർ 11.69 ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇൻ കേസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ട് 8-ൽ നിന്നും ഇൻക്രീസ് ആയിട്ട് 11 ആയി പോയാൽ, അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മുടെ പ്രൊജക്റ്റ് എപ്പോഴും സേഫ് ആണ്. കാരണം നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ 11%-ൽ ഞാൻ പ്രൊജക്ട് ബി ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കിയാൽ എന്താ അവസ്ഥ? 10.006 കഴിഞ്ഞിട്ട് ഒന്ന് മുന്നോട്ട് പോയാൽ തന്നെ എന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവിലേക്ക് പോയി അല്ലെ. അപ്പൊ 11 എന്ന് പറഞ്ഞ പെർസെന്റേജിൽ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും അല്ലെ. സോ നമുക്ക് എന്താ ബെറ്റർ? നമ്മുടെ IRRഉം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടോ, എത്രത്തോളം ഡിസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അത്രത്തോളം നമ്മൾ സേഫ് ആവും. പ്രൊജക്ട് എയില് 11.69 ഒരു പെർസെന്റേജ് റിട്ടേൺസ് വരെ പോസിറ്റീവ് റിട്ടേൺസ് ആണ് തരുന്നത് പ്രൊജക്ട് എ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8-ൽ നിന്നും 9-ലേക്ക് പോയാലും 10-ലേക്ക് പോയാലും 11-ലേക്ക് പോയാലും 11.69-ലേക്ക് വരെ പോയാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ പ്രൊജക്ട് ബിയില് 10.006 വരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. 10.007 ആയാൽ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളെ പ്രൊജക്ട് നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് തരാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് ബിയും എയും ഓക്കെ ആണ്, കാരണം രണ്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് പ്രൊജക്ട് ആണെങ്കിൽ പ്രൊജക്ട് എയുടെ മാത്രം നോക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണ് IRR. ഓക്കെ, സെലക്ട് ചെയ്യാം. പ്രൊജക്ട് ബിയും 8-നെക്കാട്ടും വലുതാണ്, IRR 10.006. രണ്ടും ഡിഫറെന്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രൊജക്ട് എയും പ്രൊജക്ട് ബിയും നല്ലതാ. നമ്മളടുത്ത് 1,26,000 രണ്ടു വട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ രണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള, ഇതിന് രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എയും ബെറ്റർ ആണ്, ബിയും ബെറ്റർ ആണ്. കാരണം രണ്ടിന്റെയും NP പോസിറ്റീവ് ആണ്, രണ്ടിന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR ചെറുതാണ്, അല്ലെങ്കിൽ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലുതാണ്. രണ്ട് പ്രൊജക്റ്റും നല്ലതാണ്, പക്ഷേ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കമ്പാരിറ്റീവ്ലി ബെറ്റർ. NPയിൽ സ്വാഭാവികമായിട്ടും പ്രൊജക്ട് എ ആയിരിക്കും, കാരണം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഉള്ളത് പ്രൊജക്ട് ചെയ്യാനും. അതുപോലെ തന്നെ IRRന്റെ കേസിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്ന് ഇൻക്രീസ് ആയി പോയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള പ്രൊജക്ട് ചെയ്യാനാണ്. കാരണം 11.69% വരെ പോസിറ്റീവ് റിട്ടേൺസ് ആണ് തരുന്നത് പ്രൊജക്ട് എ. ഇൻ കേസ് നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8-ൽ നിന്ന് ഇൻക്രീസ് ആയി 11% ആയാലും അപ്പോഴും പ്രൊജക്ട് എ സേഫ് ആണ്. പക്ഷേ പ്രൊജക്ട് ബി 10.006 കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് മുന്നോട്ട് പോയാൽ തന്നെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ എ ഓക്കെയാണ്, ബിയും ഓക്കെയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൊജക്ട് ബിയിനേക്കാൾ സേഫർ ആയിട്ടുള്ള പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് എയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് IRR എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ ഏത് പ്രൊജക്ട് നല്ല ആരാധന? പ്രൊജക്ട് എ അല്ലേ നല്ലത്? Yes, sir. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR ആയിട്ട് എത്രത്തോളം ഡിസ്റ്റൻസിലാണോ നിൽക്കുന്നത് അത്രയും നമ്മൾ സേഫാണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ IRR വരെ നമുക്ക് അഫോർഡ് ചെയ്യാം, അതുവരെ നമുക്ക് കുഴപ്പമില്ല. IRR കഴിഞ്ഞ് മുന്നോട്ട് പോയാലേ നമുക്ക് എന്ത് വരുള്ളൂ? നെഗറ്റീവ് റിട്ടേൺസ് വരുള്ളൂ. സോ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്, അതായത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളൂ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അതിനൊരു ഫണ്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ IRR യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പഠിക്കണം. അതായത് ഈ കേസിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സെയിം ആണ്, ക്യാഷ് ഫ്ലോന്റെ ടൈമിംഗിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ക്യാഷ് ഫ്ലോയിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 തന്നെയാണ്, രണ്ടിന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 തന്നെയാണ്. പ്രോജക്ട് എയിൽ 11.69% വരെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോയാലും നമ്മൾ സേഫാണ്. 8 മുതൽ 11.69% വരെ പോസിറ്റീവ് ആണ്. 11.7 എത്തുമ്പോൾ മുതലേ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11.7 എത്തുമ്പോഴേ നമ്മുടെ നെഗറ്റീവ് റിട്ടേൺസിലേക്ക് പോകുള്ളൂ. ഇവിടെ 10.007 മുതൽ നെഗറ്റീവ് ആണ്. പെട്ടെന്ന് നെഗറ്റീവ് ആണുള്ള ചാൻസ്, നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് റിട്ടേൺസ് തരാനുള്ള ചാൻസ് കൂടുതൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രൊജക്ട് ബിയിലാണ്. സോ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് എ ആണ് കമ്പാരിറ്റീവ്ലി. മനസ്സിലായിട്ടുണ്ടോ സുബിത? മനസ്സിലായിട്ടുണ്ട്. സോ ഞാനിപ്പം കഥ പറഞ്ഞത് നമുക്ക് ഒരു നോട്ട് പോലെ ഞാൻ എഴുതി തരാം. ഈ ഒരു പോയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. നോട്ട് എന്ന് പറഞ്ഞ സൈഡിൽ കൊടുത്തിട്ട് NPV of project A
NPV of project A will be 0. NPV of project A will be 0 when discount rate is equal to 11.69%, comma. For project B, NPV will be 0. NPV will be 0 when discount rate is equal to 10.006%. Full stop. And continuation item. If cost of capital increases from 8%, comma, there is early chance for project B's. There is early chance for project B's. B apostrophe S. B യുടെ project B's NPV to be negative. അർത്ഥം മനസ്സിലാക്കിയതാണ്. അതായത് NPV of project A will be 0 when discount rate is equal to 11.69%. 11.69% എത്തുമ്പോഴേ ഡിസ്കൗണ്ട് റേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്തുമ്പോഴേ പ്രൊജക്ട് അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആവുന്നുള്ളൂ. പക്ഷേ പ്രൊജക്ട് ബിയിൽ 10.006 എന്നുള്ള ഡിസ്കൗണ്ട് റേറ്റ് എത്തുമ്പോൾ തന്നെ നമ്മുടെ NPV 0 ആയി. If cost of capital increases from 8%, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8ൽ നിന്ന് ഇൻക്രീസ് ആയി വരുമ്പോൾ ഏറ്റവും ആദ്യം നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ള പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ബി ആണ്. സോ നമ്മുടെ NPV ഓഫ് പ്രൊജക്ട് ബി ആണ് ആദ്യം നെഗറ്റീവിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് 11.69 എത്തുമ്പോഴേ പ്രൊജക്ട് ചെയ്യേണ്ടത് 0 ആവുള്ളൂ. 11.69 കഴിഞ്ഞിട്ട് 11.7 ആകുമ്പോഴേ പ്രൊജക്ട് ചെയ്യേണ്ടത് 0 നെഗറ്റീവ് ആവുള്ളൂ. സോ പ്രൊജക്ട് ബിനെക്കാളും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് പ്രൊജക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ we select project A on the basis of IRR. IRRന്റെ ബേസിസിൽ ഇതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒന്നേ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ള, അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് കുറച്ചും കൂടി ഡിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് എ ആണ് നമുക്ക് സേഫ് കമ്പയർഡ് ടു പ്രോജക്റ്റ് ബി. ഓക്കെ, പ്രൊജക്ട് ബിയും നല്ലതാണ്, പ്രൊജക്ട് എയും നല്ലതാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൊജക്ട് ബിനെക്കാളും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് നമ്മുടെ പ്രൊജക്ട് എ ആണ്. കാരണം നമുക്ക് 11.69% വരെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോയാലും നമ്മൾ സേഫാണ്. പക്ഷെ പ്രൊജക്ട് ബിയിൽ 10.006 വരെ സേഫ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. 11% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് യൂസ് ചെയ്താൽ അപ്പോഴും പ്രൊജക്ട് എ അക്സെപ്റ്റബിൾ ആണ് IRR വെച്ചിട്ട്. പക്ഷെ പ്രൊജക്ട് ബി അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലുതായി നമ്മുടെ IRR കാട്ടി. മനസ്സിലായിട്ടുണ്ടോ സുബിത? Yes, sir. മനസ്സിലായി. ഇനി നമുക്ക് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്തില്ല. സ്റ്റെപ്സിനൊന്നും ആവശ്യമില്ല. ഏത് ഡിസ്കൗണ്ട് റേറ്റിലാണ് 0 വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഫേക്ക് ബാക്ക് പീരീഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്താം. പക്ഷേ സ്റ്റെപ്സ് ഇല്ലാണ്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് അതിലേക്ക് എത്താം എന്നുള്ള ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. Foster Manufacture is analyzing a capital investment project that forecasted to produce the following cash flows and net income. ഈ കേസിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 20,000 ആണ്. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്, അതായത് 4 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു IRR വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും.
അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ഏത് പെർസെന്റേജിലാണ് നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആണത് അല്ലെ, നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആണ് ആ ഒരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ചാൻസ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. IRR-ഉം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും NPV-യും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെ, അഥവാ ഈ ഒരു ഗ്രാഫ് കൊടുത്താൽ മതി. NPV സീറോ ആവണ പോയിന്റ് ഇതാണ് നമ്മൾ IRR എന്ന് വിളിച്ചത്. ഓക്കെ, IRR-നെക്കാട്ടും ചെറുതായിട്ടുള്ള എല്ലാ പെർസെന്റേജുകളിലും നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR-നെക്കാട്ടും ചെറുതാണെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യാം, കാരണം അതിന്റെ NPV പോസിറ്റീവ് ആണ്. ഇനി നമ്മുടെ IRR-നെക്കാട്ടും വലുതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, IRR വലുതും നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR ചെറുതും നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലുതുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്താൽ നമ്മുടെ NPV നെഗറ്റീവ് ആയിരിക്കും. സോ ഈ ഒരു കണക്ഷൻ IRR-ഉം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും NPV-യും തമ്മിലുള്ള ഒരു കണക്ഷൻ ബേസ് ചെയ്തിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. രണ്ടിലും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, സ്റ്റെപ്സിന്റെ ആവശ്യമൊന്നും വരില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ് ഉണ്ടോ, അതായത് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം? അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ക്യാഷ് ഫ്ലോസും തന്നിട്ടുണ്ട്, 4% തന്നിട്ടുണ്ട്. എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏത് പെർസെന്റേജിലാണ് NPV സീറോ ആവുന്നതെന്ന് അറിയണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? നോർമലി കുട്ടികൾ ഇങ്ങോട്ട് പറയാണ്ട് ഇങ്ങനെ ചെയ്താൽ പോരെയെന്ന് വെച്ചാൽ എന്താ, ഇതിൽ ഏതോ ഒരു പെർസെന്റേജിൽ NPV സീറോ ആണ് അല്ലെ. നമ്മള് ഫേക്ക് പേ ബാക്ക് പീരീഡ് ഒക്കെ കണ്ടു വെച്ചിട്ട് അല്ലെ, ടേബിളിൽ പോയി കേസിനൊക്കെ അപ്ലൈ ചെയ്താൽ ഈ ഒരു പെർസെന്റേജ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആലോചിക്കുക. എന്തേലും പറ്റേ കിട്ടും കിട്ടും. നിങ്ങൾ കാട് കയറി ചിന്തിക്കണം, സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ഈ 4%കളിൽ ഏതോ ഒരു പെർസെന്റേജ് യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്താൽ, ഈ ഇൻവെസ്റ്റ്മെന്റിനെ ഡിസ്കൗണ്ട് ചെയ്താൽ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ കിട്ടണം അല്ലെ. അതിന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ച്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ആണ്, ക്യാഷ് ഫ്ലോസ് 6,000, 6,000, 8,000, 8,000 കിട്ടേണ്ടതാണല്ലോ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ IRR വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ NPV സീറോ കിട്ടും അല്ലെ. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും സെയിം ആയാൽ നമ്മുടെ NPV സീറോ ആയി. ഓക്കെ, ഒന്നെങ്കിൽ 5% ആണ്, അല്ലെങ്കിൽ 40% ആണ്, അല്ലെങ്കിൽ 14% ആണ്, അല്ലെങ്കിൽ 12% ആണ്. ഇതിൽ ഏതോ ഒരു പെർസെന്റേജ് ആണ് എന്ത്, നമ്മുടെ NPV സീറോ ആവുന്ന ഡിസ്കൗണ്ട് റേറ്റ്. അത് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ആലോചിക്കുക. ഈ പെർസെന്റേജ് വെച്ചിട്ട് പ്രസന്റ് വാല്യൂ കണ്ടിട്ട് NPV മറ്റേ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് 20,000 ആയിട്ട് മാച്ച് ആവണത്, മീൻസ് ഈക്വൽ ആയിട്ട് പോണത്, ഈക്വൽ ആയിട്ട് പോണത് അതാണ് ഇതിന്റെ എന്ത്, അത് IRR. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇതിൽ ഏതോ ഒരു പെർസെന്റേജ് യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോണ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 20,000 കിട്ടും. അപ്പം ഇതിന്റെ NPV സീറോ ആയില്ലേ. ഓക്കെ, ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് 5 സ്റ്റെപ്സ് യൂസ് ചെയ്യാണ്ട്, അതായത് ട്രയൽ ആൻഡ് എറർ എന്നാണ് അതിന് പറയാം. ട്രയൽ ആൻഡ് എറർ ചുമ്മാ ചെയ്ത് നോക്കിയാൽ പോരെ ഏത് പെർസെന്റേജിലാണ് NPV സീറോ ആവുന്നത്. ഓക്കെ, എത്ര ഉള്ളൂ എന്ന് വിചാരിച്ചു നിങ്ങൾ. എനിക്ക് അറിയേണ്ടത് ഏത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആണ്, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആണ്. സോ നിങ്ങളിപ്പോ ചെയ്ത് നോക്കണ്ട, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് ടാബിൾ അല്ല, നമ്മൾ ഈ സ്റ്റെപ്സ് യൂസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, സ്റ്റെപ്സ് യൂസ് ചെയ്താണെങ്കിൽ ഇതാ എന്റെ ഫേക്ക് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ആണ്, ആവറേജ് ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ 6,000ഉം 6,000ഉം. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. 6,000, 6,000 പ്ലസ് 8,000 പ്ലസ് 8,000 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 7,000 കിട്ടും. ഞാൻ ടാബിൾ എടുത്തരാം. 20,000 ഡിവൈഡഡ് ബൈ 7,000 ചെയ്താൽ
2.8571 കിട്ടും. 2.8571. 4 years ആണ് ലൈഫ്. 4 years ആണ് ലൈഫ്. 2.8571. 14 15 അല്ലേ? 20 എന്ന് റബ്ബിട്ട്. 4 years ആണ് ലൈഫ്. 1 2 3 4. 2.855 ഉണ്ട്. 2.9137 ഉണ്ട്. അതിന്റെ നടുക്കാണ് 2.857 വരിക. അതായത് 14%, 15%. ലോവർ റേറ്റ് 14% കിട്ടി, ഹയർ റേറ്റ് 15% കിട്ടി. രണ്ടിന്റെയും എൻ പി കണ്ടുപിടിക്കുക. എൻ പി വി അറ്റ് 14%, എൻ പി വി അറ്റ് 15%. എത്ര കിട്ടിയ 14 15? ഇവിടെ നെറ്റിംഗ് എന്തൊക്കെ തീർന്നിട്ടുണ്ടേ, മൈൻഡ് ചെയ്യണ്ട. എത്ര കിട്ടിയ മിശ്ര? 14.037. 03 അല്ലേ? ഓക്കെ, 14.03. എൻ പി ഒന്ന് പറയാം. 14%, 16. 16. 15%, -412. 412 അല്ലേ? പക്ഷെ നമുക്ക് ഈ 14 16 വരുമ്പോ തന്നെ ഇതില് അസ്യൂം ചെയ്യാൻ പറ്റില്ലേ? അതെ, അസ്യൂം ചെയ്യാൻ പറ്റും. 16 എന്ന് പറയുന്ന കാരണം ഓൾമോസ്റ്റ് ഓക്കെ, ഇതാ ഇന്റേണൽ ഓൾമോസ്റ്റ് റേറ്റ്. സീറോയുടെ. അതെ അതെ, ഓൾമോസ്റ്റ് അതെ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഹോൾ പെർസെന്റേജ്. ഓക്കെ, ഈ 14.00 അല്ല 14.03 റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഹോൾ പെർസെന്റേജ് ആക്കിയപ്പോൾ ഈ 0.3 ക്യാൻസൽ ആയിട്ടു. അത് അവർക്ക് വേണ്ട, അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് അറിയണം. ആരാധന കിട്ടിയോ? സർ കിട്ടി. കിട്ടി. 14.03. ഓക്കെ,
സുബിത കിട്ടിയതോ? കിട്ടിയില്ല. ഇതാ 14 പ്ലസ് എൻ പി അറ്റ് ലോവർ റേറ്റ് 16 ആണ് ഡിവൈഡഡ് ബൈ എൻ പി അറ്റ് ലോവർ റേറ്റ് മൈനസ് എൻ പി അറ്റ് ഹയർ റേറ്റ്. രണ്ടും മൈനസ് മൈനസ് ഞാൻ പ്ലസ് ആയി എഴുതി. 412 ഈസ് ഈക്വൽ ടു 14 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 428 അല്ലേ? 412 16 428 കിട്ടും. 16 ഡിവൈഡ് ബൈ 428 ചെയ്താൽ 0.03, അതായത് 14.03 ആണ് നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് 14.03 കിട്ടി. ഇതിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇതാ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഹോൾ പെർസെന്റേജ്. ഓക്കെ, സോ ഹോൾ പെർസെന്റേജ് പറഞ്ഞാൽ 14%. അത് കഴിഞ്ഞിട്ടുള്ള 0.003 ആണ് ഡെസിമൽ. ഓക്കെ, സോ ആ ഡെസിമൽ അവർക്ക് വേണ്ട, അവർക്ക് നിയറസ്റ്റ് ആണ് അവർ ചോദിച്ചത്. റൗണ്ടഡ് ടു ദി നിയറസ്റ്റ് ഹോൾ പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ 14 ആണല്ലേ നമ്മുടെ ആൻസർ. സോ സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് 108 സെക്കൻഡ് ആണ് ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആവറേജ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ടൈം സേവ് ചെയ്യണം. നമ്മുടെ ആവശ്യം എന്താ ഇവിടെ? നമ്മുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ 14% ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ 4%കളിൽ ഏതോ ഒരു പെർസെന്റേജ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്താൽ എന്റെ IRR ലെൻപി 0 ആയിരിക്കും. ഇതാ എനിക്ക് തന്ന പെർസെന്റേജുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഇതാ ഞാൻ അതിന്റെ ഓർഡറിൽ എഴുതാൻ പോണം. 5% വന്നിട്ടുണ്ട്, പിന്നെ 12% വന്നിട്ടുണ്ട്, ഓക്കെ 14% വന്നിട്ടുണ്ട്, പിന്നെ 40 ഇവിടെ ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതാ ഈ കേസിൽ 14.03 ഇതാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെ. 14% ഈ പ്രോജക്റ്റിനെ ഡിസ്കൗണ്ട് ചെയ്താൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 20,000 കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 20,000 ആണ്, അഥവാ NP 0 ആണ്. അതായത് 14% എന്നുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മുടെ NP എന്തായിട്ടുള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ളത് അല്ലെ. 14 കഴിഞ്ഞ് 15 മുതൽ 16 ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇതാ പോസിറ്റീവ് നെഗറ്റീവ്. ഈ ഒരു 14-ലാണോ ഏത് പെർസെന്റേജിലാണ് എന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 0 ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോന്ന് ചെയ്ത് നോക്കിയാൽ പോരെ, നമ്മളൊരു ട്രയൽ ആൻഡ് എറർ നടത്തിയാൽ പോരെ. സോ ഞാൻ ആദ്യം ചെയ്തു 5% ഒന്ന് ചെയ്ത് നോക്കി. എല്ലാ പെർസെന്റേജും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനൊന്ന് ചെയ്ത് നോക്കാം. 6,000 ഡിവൈഡ് ബൈ 1.05 m plus equal to m plus 8,000 divided by 1.05 1 2 3 m plus 4 m plus MRC minus 20,000 ചെയ്താൽ ഇതാ 5% ഞാൻ എന്റെ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എന്റെ NP കിട്ടിയത് എനിക്ക് 4,648. എനിക്കറിയാം ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് NP ഇങ്ങനെ കുറഞ്ഞു വരും. ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ 5%-ൽ നിന്നും 12%-ൽ ഇൻക്രീസ് ആക്കിയാൽ അപ്പോൾ എന്താ അവസ്ഥ? 6,000 divided by 1.12 m plus equal to m plus 8,000 divided by 1.12 1 2 3 m plus equal to m plus MRC അടിച്ചാൽ 20,918 ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുക. അത് ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ലെസ് ചെയ്താൽ ഇന്റെ എന്ത് കുറഞ്ഞു? ഇന്റെ NPV കുറഞ്ഞിട്ട് 4,000-ൽ നിന്നും കുറഞ്ഞിട്ട് 918 ആയി. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ക്യാൻസൽ പോസിറ്റീവ്സ് ഒക്കെ നോക്കി. ഇതാ 12% പോസിറ്റീവ് ആണ്. ഇനി ഞാൻ ജസ്റ്റ് 40% ഒന്ന് ചെയ്ത് നോക്കാൻ പോവാം. 40%-ലാകുമ്പോൾ എന്താവും NP നെഗറ്റീവ് ആണെന്ന് നമുക്ക് അറിയാം, കാരണം നമ്മൾ സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ 14 ആണ് IRR നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ 6,000 ഡിവൈഡ് ബൈ 40% ആണ്, അതായത് 1.4 എന്ന് വരും. 6,000 divided by 1.4 m plus equal to m plus നമുക്ക് സെക്കൻഡ് ഇയറിന് കിട്ടി. തേർഡ് ഇയറിന് 8,000 divided by 1.4 1 2 3 m plus equal to m plus MRC minus 20,000 ചെയ്താൽ നല്ല നെഗറ്റീവ് NPV -7655. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ഈ 4%-കളിൽ ഈ 4%-കളിൽ 5-ൽ പോസിറ്റീവാ. 5 അല്ല നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറച്ചും കൂടി പോകാണ്ട് 12-ൽ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ഞാൻ വെറുതെ ഒന്ന് 40-ൽ ചെയ്ത് നോക്കി, അതിനൊന്നും ആവശ്യമില്ല. 40-ൽ ചെയ്തപ്പോ 7655 എന്നുള്ള നെഗറ്റീവ് എമൗണ്ട് ആണ്. സോ 12-ൽ പോസിറ്റീവും 40-ൽ നെഗറ്റീവ് ആണെങ്കിൽ 12-ന്റെയും 14-ന്റെയും നടുക്കുള്ള ഏതോ ഒരു പെർസെന്റേജിലാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓപ്ഷൻസിൽ 12-ന്റെയും 14-ലും ആകെ 14 ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പോ നമ്മൾ ആദ്യം ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ എടുത്ത് ചെയ്യുന്നത് 14 ആണെങ്കിൽ കറക്റ്റ് 0 കിട്ടും, ഓൾമോസ്റ്റ് 0 കിട്ടും. 14 തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്തിന്റെ ആവശ്യമില്ല. എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ക്യാഷ് ഫ്ലോസും തന്നിട്ട് 4%-കൾ തന്നാൽ ആ പെർസെന്റേജ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫേക്ക് പേ ബാക്ക് പീരീഡും ടാബും ഒന്നും ആവശ്യമില്ല.
നമുക്ക് ഏത് പെർസെന്റേജിലാണ് നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, എനിക്ക് പാർട്ട് 2 എക്സാമിന് 2 ക്വസ്റ്റ്യൻ എങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ വന്നാൽ എത്ര പെട്ടെന്ന് ചെയ്ത് നമ്മൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഫേക്ക് പേ ബാക്ക് ഒന്നും ആവശ്യമില്ല. പക്ഷെ സിലബസിൽ ഉള്ളതുകൊണ്ടും നമുക്ക് എങ്ങാനും എസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചാലോ, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ സിലബസിൽ പഠിക്കണ്ടേ, എങ്ങനെ IRR കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കൂടി പഠിക്കണ്ടേ. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഈ സ്റ്റെപ്സ് പഠിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ സ്റ്റെപ്സിനൊന്നും ആവശ്യമില്ല. ഏത് പെർസെന്റേജിലാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആണ്, അത് ഓരോന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ചിലപ്പോൾ ആദ്യം തന്നെ 14 ചെയ്ത് അപ്പൊ തന്നെ 0 ആയി. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കാം 14 ആൻസർ എന്ന്. ഇനി ഞാൻ 12 ചെയ്തപ്പോൾ 918 ആണ്. അപ്പൊ നിങ്ങൾക്ക് മൈൻഡിൽ എന്താ വേണ്ടത് വെച്ചാൽ, ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞു വരുന്നു, ഡിസ്കൗണ്ട് റേറ്റ് കുറയുന്നതിനനുസരിച്ച് ഇതാ കൂടി വരുന്നു എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ വേണം. ഇതാ 5 നിന്നും 12 ആയപ്പോൾ ഡിസ്കൗണ്ട് നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞു, ഇതാ 4000 നിന്നും 900 പോയി. 12 നിന്ന് 14 വീണ്ടും ഇൻക്രീസ് ചെയ്തപ്പോ ഇതാ 918 നിന്നും നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞിട്ട് 0 14%-ലാണ് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 പറഞ്ഞത്. 14 നിന്നും ഇൻക്രീസ് ചെയ്തിട്ട് 40 പോയാൽ NPV വളരെയധികം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു കേസിലാണ് MCQ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതാ. നമുക്ക് സ്റ്റെപ്സിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് ഓപ്ഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം, അതേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതാ, ഇതിൽ ഏത് പെർസെന്റേജിലാണ് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 എന്ന് നോക്കിയാൽ മതി. സിമ്പിൾ അല്ലേ? ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി എടുത്തു തരാം. എന്താന്ന് വെച്ചാല് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു 10-15 ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് ആയിട്ട് ഞാൻ ഇന്ന് അയക്കും. ഇന്ന് അയച്ചാൽ നിങ്ങൾക്ക് നാളത്തേക്ക് ചെയ്തു തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതായത് നാളെ ഫ്രൈഡേ ആണ്, നാളെ ഞാൻ ക്വസ്റ്റ്യൻ അയച്ചാൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ കിട്ടും. ഇന്ന് അയച്ചാൽ നിങ്ങൾ നാളത്തേക്ക് ചെയ്തു തരേണ്ടി വരും. ഏതാ നിങ്ങൾക്ക് കംഫർട്ടബിൾ? ഇന്ന് അയച്ചോളൂ സർ. ഇന്ന് അയക്കാം അല്ലേ? ഞാൻ നാളെയാണോ? കോളേജ് ഉണ്ടല്ലേ? ആരാ നിനക്ക്? യെസ് സർ, കോളേജും ഉണ്ട്. ഞാൻ ടാലി ക്ലാസ്സിന് പോകുന്നുണ്ട് വൈകുന്നേരം. ആണോ? ടൈറ്റ് ഷെഡ്യൂൾ അല്ലേ? ഓക്കെ, ഞാൻ നോക്കട്ടെ. ഒരു 10-12 മേ ബി ഇന്ന് അയക്കാം, അല്ലെങ്കിൽ നാളെ അയക്കാം. ക്വസ്റ്റ്യൻസിന് വലിപ്പനുസരിച്ച്. സോ നിങ്ങൾ IRR എടുത്തത് ഒന്ന് നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയൊക്കെ. അതായത് IRRന് അക്സെപ്റ്റബിലിറ്റി ക്രൈറ്റീരിയയും IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും NPAയും തമ്മിലുള്ള കണക്ഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതായത് ഇതാ ഒറ്റ രീതിയിൽ കൂടി പറഞ്ഞുതരാം. ഇതാ നമ്മുടെ IRR എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ് NPV 0 ആവണത്. NPV 0 ആവണത്. ഓക്കെ, 15% ആണ് IRR എന്നുണ്ടെങ്കിൽ 15%-ന് മുന്നുള്ള ഏതൊരു ഡിസ്കൗണ്ട് റേറ്റിലും NPV പോസിറ്റീവാണ്. ഓക്കെ, സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15-നെക്കാളും ചെറുതാണെങ്കിൽ 10 ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കാരണം 10%-ൽ NPV പോസിറ്റീവാണ്. ഇനി നമ്മൾ IRRനെക്കാളും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലുതായോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 20 ആണെങ്കിൽ ആ 20%-ൽ ഡിസ്കൗണ്ട് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, സോ IRRും നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും NPയും തമ്മിലുള്ള കണക്ഷൻ കറക്റ്റ് മൈൻഡിൽ ഉണ്ടായാൽ ഇതിൽ ബേസ് ചെയ്തിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാമാണ്. തിയറി മാത്രമല്ല, പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോട്ടിൽ IRRന്റെ ഹെഡിങ് മുതലുള്ള ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നോട്ട് ചെയ്ത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് സെറ്റ് ആക്കാം. IRRൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചെക്ക്. മാമിന് വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിച്ചിട്ട് IRR കണ്ടുപിടിക്കുക അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടോ? ടൈം എങ്ങനെ കൺസ്യൂമിംഗ് എങ്ങനെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ ഒരു പെർസെന്റേജ് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഇയിലെ ടോപ്പിക് അല്ല, സെക്ഷൻ ബിയിലെ ടോപ്പിക്കാണ്. കോർപ്പറേറ്റ് ഫൈനാൻസിലെ
കോർപ്പറേറ്റ് ഫൈനാൻസിൽ നിങ്ങൾക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ കോർപ്പറേറ്റ് ഫിനാൻസ് എന്നാണ് നിങ്ങൾക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞത് വെച്ചാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്തിട്ടുള്ള ഈ 1 lakh ക്യാപിറ്റലിന് ഇത്രയും കോസ്റ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 12% ആണെങ്കിൽ നമ്മൾ ഈ 1 lakh യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ 12% നമുക്ക് കിട്ടിയേ പറ്റൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് 12% കിട്ടണം. സോ ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ എന്ത് വരില്ല, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ IRRന്റെ അക്സെപ്റ്റ് ഓർ റിജക്ട് ക്രൈറ്റീരിയയിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞു തരും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%, IRR 15% ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ NPV പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, NPVയും IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മളൊരു കണക്ഷൻ മൈൻഡിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷനിൽ ഞാൻ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മാത്രം ജസ്റ്റ് പഠിച്ചാൽ പോരാ, എന്താണ് അതിന്റെ ബിഹൈൻഡ് സംഭവിക്കുന്നത് വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ട്. കോർപ്പറേറ്റ് ഫിനാൻസിൽ എന്ത് വരും, കോസ്റ്റ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പല പല വേർഷൻസ് പഠിക്കും. കോർപ്പറേറ്റ് ഫിനാൻസ് പാർട്ട് 2 കമ്പാരിറ്റീവ് കുറച്ച് ലെങ്തിയർ ആണ്. ടഫ് എന്നല്ല, കുറച്ച് ലെങ്ത് ഉള്ള സെക്ഷനാണ്. കോർപ്പറേറ്റ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഒരു 6 സബ് ടോപ്പിക്സ് പഠിക്കുകയാണ്. നോക്കി നോക്കി നമ്മള് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എനിക്ക് അറിയണം. ഓക്കെ, മുബശ്ശിർ അവിടെ അല്ലേ? സർ. ഓക്കെ, എന്താ ഇവിടെ തന്നിട്ടുള്ള പെർസെൻറ്റേജുകൾ പറഞ്ഞാൽ ഞാൻ ചെറുതെന്ന് തുടങ്ങാൻ പോകണം. ഇതാ 10% തന്നിട്ടുണ്ട്. 10%, 15, 35, 40. 10, 15, 35, 40 ലാക്ക്. ഈ ഏതോ ഒരു പെർസെൻറ്റേജ് യൂസ് ചെയ്താൽ നമ്മളെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആവും. നമുക്ക് ഫേക്ക് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ദാ എ കമ്പനി ഇൻവെസ്റ്റഡ് വിസിബിൾ അല്ലേ ക്വസ്റ്റ്യന്?
ഓക്കെ, എ കമ്പനി ഇൻവെസ്റ്റഡ് 5 lakh ഇൻ എ ന്യൂ പ്രോജക്ട്. 5 lakh ആണ് അവരുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ദ പ്രോജക്ട് ഈസ് എക്സ്പെക്ടഡ് ടു yield ആനുവൽ ഇൻക്രിമെന്റ് ഇൻ ക്യാഷ് ഫ്ലോസ്. ആനുവൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇതാ 1,75,000 ഫോർ 4 years അല്ലെ. അതായത് ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, 4 വർഷത്തേക്ക് എല്ലാ വർഷവും 1,75,000. 1,75,000. അങ്ങനെയാണെങ്കിൽ ഏത് പെർസെൻറ്റേജിലാണോ ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ടോട്ടൽ, ഈ എല്ലാ ടോട്ടൽ ആണെങ്കിൽ 1,75,000 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് 7 lakh കിട്ടും. ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ 7 lakhന് ഏതോ ഒരു പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്താൽ 5 lakh പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. സോ ഈ 5 lakhൽ ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 lakh ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? NPV 0 കിട്ടും. ആ NPV 0 ആണ്, ഡിസ്കൗണ്ട് റേറ്റ് ആണോ ചോദിച്ചത്. നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒന്ന് യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് റാൻഡായിട്ട് ഒരു നമ്പർ ഗസ് ചെയ്യാം, അതിൽ ചെയ്ത് നോക്കും. അവര് അപ്രോക്സിമേറ്റ് ആണ് ചോദിച്ചത്, കറക്റ്റ് സാധനം വേണമെന്നില്ല, ഓൾമോസ്റ്റ് എടുത്ത് കിട്ടിയാൽ മതി. 15%. 15% ആയി നിങ്ങൾ ചെയ്തു. Black 99,621 വരുന്നത്. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, കാരണം അവർ ചോദിച്ചത് അപ്രോക്സിമേറ്റ് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, സുബിത കിട്ടിയോ? 15. 50. ആരാധന 4,99,000. യെസ് സർ 15 കിട്ടി. കിട്ടിയില്ല. ഏറ്റവും 5 lakhനോട് അപ്രോക്സിമേറ്റ് ആയിരിക്കുന്നത് 15 ആയിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് 10 വെറുതെ ചെയ്തു നോക്കും, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യില്ല. 10 ചെയ്യുകയാണെങ്കിൽ 54,726. 10 ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ക്യാഷ് 54,000. എല്ലാ വർഷവും സെയിം ആണ്. ആനിറ്റി ആണ്, സിമ്പിൾ ആണ്. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1,75,000 ഡിവൈഡഡ് ബൈ 1.1 1 2 3 4 GT ചെയ്താൽ 5,54,000 അല്ലെ. പോസിറ്റീവാ, 10% പോസിറ്റീവാ. ഓക്കെ, NPV പോസിറ്റീവാ. ഇനി ഞാൻ 40 ചെയ്ത് നോക്കി. 40 ചെയ്ത് നോക്കിയപ്പോ 1,75,000 ഡിവൈഡ് ബൈ 1.4 1 2 3 4 GT ചെയ്താൽ 3,22,000 കിട്ടും. അതായത് വളരെയധികം നെഗറ്റീവാണ്. ഓക്കെ, 10 പോസിറ്റീവ് ആണ്, 40 നെഗറ്റീവാണ്. ഇനി 35 15 ആയിരിക്കും എന്റെ ആൻസർ അല്ലെ. ഞാൻ 35 ചെയ്ത് നോക്കി. ഇതാ 1,75,000 ഡിവൈഡ് ബൈ 1.35 1,75,000 ഡിവൈഡ് ബൈ 1.35 1 2 3 4 GT ചെയ്താൽ 3,49,000. അപ്പോഴും നെഗറ്റീവാണ്. ഓക്കെ, സോ 10 എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജിൽ പോസിറ്റീവും 35% നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ 10ന്റെയും 35ന്റെയും നടുക്കുള്ള ഏതോ ഒരു പെർസെൻറ്റേജിലാണ് NPV 0 വരുന്നത് അല്ലെ. അത് അറിയണമെങ്കിൽ നമുക്ക് മനസ്സിലായാൽ മതി, ഈ ഒരു കണക്ഷൻ ഓർമ്മ ഉണ്ടായാൽ മതി. ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ആകുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കുറയും, NPV കുറയും. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ കുറച്ച് കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കൂടും, അപ്പം NPV കൂടും. ആ ഒരു കണക്ഷൻ എപ്പോഴും മൈൻഡിൽ ഉണ്ടായാൽ മതി. ഓക്കെ, 10% പോസിറ്റീവും 35% നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും 15% 0 ആയിരിക്കും, ഓൾമോസ്റ്റ് 0 ആയിരിക്കും. സോ 15% യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്താൽ 1,75,000 ഡിവൈഡഡ് ബൈ 1.15 1 2 3 4 GT ചെയ്താൽ 4,99,000 സംതിങ് കിട്ടും. ആ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതാ അപ്രോക്സിമേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കറക്റ്റ് വേണമെന്നില്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ കിട്ടിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമുക്ക് മാക്സിമം എത്ര സമയം മതി? ഒരു 30 seconds പോരെ, ജസ്റ്റ് ഒന്ന് ട്രയൽ ആൻഡ് എറർ. 30 seconds പോരെ, മാക്സിമം ഒരു 40 seconds ഉള്ളിൽ നമുക്ക് കിട്ടൂലേ. നമുക്ക് ഫേക്ക് പേ ബാക്ക് പീരീഡ് വേണ്ട, ടാബിളിൽ പോകണ്ട, ലോവർ റേറ്റ് വേണ്ട, ഹയർ റേറ്റ് വേണ്ട. ഓക്കെ, ഇക്വേഷൻ ഒന്നും വേണ്ട. IRR വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഒന്ന് ഈ ടൈപ്പ്. ഓക്കെ, ഒന്ന് ഈ NPV-യും IRR-ഉം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് ഇന്റർ കണക്ട് ചെയ്തിട്ട് അവർ കുറച്ച് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. NPV നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലുതാണെങ്കിൽ NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അങ്ങനെ ഇന്റർ കണക്ട് ചോദിക്കും. അതും എനിക്ക് എക്സാമിന് പാർട്ട് എക്സാമിന് കുറെ വന്നതാണ്. സോ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം ആ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഓക്കെ, IRR എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് വരെ അപ് ടു IRR നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇവിടൊക്കെ പോസിറ്റീവ് ആണ്. IRR എത്തുമ്പോൾ NPV 0. IRR കഴിഞ്ഞ് മുന്നോട്ട് പോകണനുസരിച്ച് NPV കൂടി വരും നെഗറ്റീവിലേക്ക്. ഓക്കെ, അതായത് NPV കുറഞ്ഞു വരും, നെഗറ്റീവ് കൂടി വരും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും.
ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 30 മിനിറ്റ്സിന്റെ കാര്യമുള്ളൂ. ഇന്ന് അയച്ചൊന്നൂടെ നമുക്ക് മൺഡേ ആരാധന ചെയ്യാൻ പറ്റുമോ? യെസ് സർ. ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഫ്രഷ് ആയിട്ട് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോയിലേക്ക് കടക്കാമായിരുന്നു. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് സാർക്ക് നാളെ ക്ലാസ് ഇല്ലേ? നാളെ നാളെ ഇത് Friday. ഡിസ്കസ് ചെയ്യാനുണ്ട് ഹോംവർക്ക്. അതിന് കുറച്ച് സമയം വേണം. ഓക്കെ, ഇനി ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ജസ്റ്റ് തുടങ്ങിയിടണോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്യണോ? ആറാറിന് 2 തിയറി ക്വസ്റ്റ്യൻ ചെയ്യണോ? ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യാം ക്വസ്റ്റ്യൻസ് അല്ലേ? ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എങ്ങനെയാണ് ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യുന്ന ഒരു ഐഡിയ. സർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ക്ലാസ് ലീവ് ചെയ്തോട്ടെ, ചെറിയൊരു എമർജൻസി. ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻസും അടക്കം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. മൊത്തം ആ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ, ലീവ് ആ ചെയ്തോ. ഓക്കെ ഓക്കെ സർ, താങ്ക്സ്. നിങ്ങൾക്ക് എമർജൻസി ഇല്ലല്ലോ? Listen. ഒരു 2 ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് സിമ്പിൾ ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട്, കാൽക്കുലേറ്റർ തൊടാണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ഈ ക്വസ്റ്റ്യൻ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ചോദിച്ചത്. അവർ ക്യാഷ് ഫ്ലോസ് അല്ല തന്നിട്ട് എൻ പി ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ഡിസ്കൗണ്ട് റേറ്റിലും എത്രയാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് അവിടെ തന്നിട്ടുണ്ട്. സർ 9 ആണോ? അതെ, ഏതാ? സുബിത ട്രിക്ക് മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞു. ഇതാ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ജെൻസൺ കോപ്പിംഗ് കമ്പനി ഈസ് പ്ലാനിങ് ടു ബൈ എ മെഷീൻ കോസ്റ്റിംഗ് 25,310. ഇതാണ് അവരുടെ എന്ത്, ആ മെഷീന്റെ കോസ്റ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് വാരിയസ് ഡിസ്കൗണ്ട് റേറ്റ്സ്. അവർ പല ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ ഓരോന്നിലും കിട്ടിയ നെറ്റ് പ്രസന്റ് വാല്യൂ അവിടെ കൊടുത്തിട്ടില്ലേ? ഓക്കെ, ഞാനൊരു ലൈൻ വരയ്ക്കാം. ഇതാ 4% ഡിസ്കൗണ്ട് ചെയ്തു, പോസിറ്റീവ് ആണ്. ഓക്കെ, 6% ഡിസ്കൗണ്ട് ചെയ്തു, ഇതാ അപ്പോഴും പോസിറ്റീവ് ആണ്, 1420. ഓക്കെ, ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. ഇതാ 4 ചെയ്തപ്പോൾ 2440 ഉണ്ടായിരുന്നു. ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ആക്കി 6% ആക്കിയപ്പോൾ 1420 കുറഞ്ഞു. ഇതാ അപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ വീണ്ടും ഇൻക്രീസ് ആക്കിയിട്ട് 8% ആക്കി. 8% ആക്കിയപ്പോ ഇതാ വീണ്ടും പോസിറ്റീവ് ആണ്, 460 കുറഞ്ഞു വരും, എന്നാലും പോസിറ്റീവ് ആണ്. പക്ഷേ ഇതാ 10% ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് യൂസ് ചെയ്തപ്പോ 10% ഡിസ്കൗണ്ട് ചെയ്തപ്പോ ഇതാ എൻ പി നെഗറ്റീവിലേക്ക് എത്തി. അതായത് 8% പോസിറ്റീവും 10% നെഗറ്റീവ് ആണെങ്കിൽ 8%ന്റെയും 10%ന്റെയും നടുക്കുള്ള ഏതോ ഒരു പെർസെന്റേജിലായിരിക്കും നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 വരുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാ എൻ പി വി പോസിറ്റീവ് ആണ് 8%.
ഇനി 9% ആകുമ്പോൾ ഈ പോസിറ്റീവ് 460 റെഡ്യൂസ് ആയിട്ട് 0 ആവും. ഓക്കെ, 0 ആയിട്ടാണ് NPV വീണ്ടും അടിയിലേക്ക് പോണത്. ഓക്കെ, സോ 8%-ൽ പോസിറ്റീവും 10%-ൽ നെഗറ്റീവ് ആണെങ്കിൽ 8-ന്റെയും 10-ന്റെയും നടുവിലുള്ള ആ ഒരു 9%-ൽ 9%-ൽ NPV 0 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ സുബിത? യെസ് സർ, മനസ്സിലായി. മനസ്സിലായി. നമുക്ക് എപ്പോഴും ഈ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഈ ലൈൻ ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ച് NPV കുറഞ്ഞു വരും. ഡിസ്കൗണ്ട് റേറ്റ് കൂടി, ഡിസ്കൗണ്ട് റേറ്റ് 4-ൽ 6 ആയപ്പോൾ NPV കുറഞ്ഞു, 2440 നിന്നും റെഡ്യൂസ് ആയിട്ട് 1420 ആയി. ഓക്കെ, വീണ്ടും ഡിസ്കൗണ്ട് റേറ്റ് കൂട്ടി, 6-ൽ നിന്നും 8 ആക്കിയപ്പോൾ വീണ്ടും NPV കുറഞ്ഞു. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കുറയും, NPV കുറയും. വീണ്ടും ഇൻക്രീസ് ആയപ്പോൾ NPV പോസിറ്റീവിൽ നിന്നും കുറഞ്ഞ് നെഗറ്റീവിലേക്ക് പോയി. ഈ പോസിറ്റീവിൽ നിന്നും 0-ലേക്ക് പോയിട്ടാണ് പിന്നെ നെഗറ്റീവിലേക്ക് പോയത്. സോ 0 എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടുന്ന പെർസെന്റേജ് പറഞ്ഞാൽ ഈ 8-ന്റെയും 10-ന്റെയും നടുവിലുള്ള ഏതോ ഒരു പെർസെന്റേജ് ആയിരിക്കും. 8-ന്റെയും 10-ന്റെയും നടുവിലുള്ള ഒറ്റ ഒരു പെർസെന്റേജ് ഈ ഓപ്ഷനിലുള്ളൂ, 9%. ഓക്കെ, 9% ആണ് ഈ പ്രൊജക്ടിന്റെ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇങ്ങനൊരു സിനാരിയോ കണ്ടാൽ ഒരു 8%-ൽ പോസിറ്റീവും 10%-ൽ നെഗറ്റീവ് ആണെങ്കിൽ 9%-ൽ 0 ആയിരിക്കും നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരണം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഇപ്പൊ ക്ലിയർ ആയി സിമ്പിൾ? ഓക്കെ, ക്ലിയർ ആയി. ഇനി ഈ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻ. സമയം എടുത്ത് വായിച്ചോ, എന്നിട്ട് ഏത് ഓപ്ഷൻ ആണെങ്കിൽ പറഞ്ഞാൽ മതി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്, ഞാൻ ക്വസ്റ്റിന്റെ ഇതൊന്ന് വായിച്ചുതരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് ദി ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചസ് ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. നെറ്റ് പ്രസന്റ് വാല്യൂ IRR-ഉം റിഗാർഡിംഗ് ആയിട്ട് ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ABCD ഏതോ ഒന്ന് ശരിയാണ്, അത് ഏതാണെന്ന് ചോദിച്ചു. ABCD ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ ശരിയാണ്, ബാക്കിയൊക്കെ തെറ്റായിരിക്കും. എ ആണ്. A ആണോ? A ആരാധന കേൾ കിട്ടി, രണ്ടോ കേൾ കിട്ടി. ആ ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റായി നോക്കാം. A ആണ് ശരി. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അതായത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്താ പറയുന്നത് വെച്ചാല് ഇഫ് ദി NPV ഓഫ് എ പ്രൊജക്ട് ഈസ് നെഗറ്റീവ്, ഒരു പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ദി IRR മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതായിരിക്കും എന്നാ പറഞ്ഞത്. അങ്ങനെയാണോ? IRR maybe 10% ആണെങ്കിൽ IRR 10% ആണെങ്കിൽ 10-നെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ പെർസെന്റേജുകളും NPV നെഗറ്റീവ് ആയിരിക്കും. 15%-ലാണ് ഇവിടെ NPV നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ IRR മസ്റ്റ് ബി ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. IRR ഇവിടെ ചെറുതാണ്. ഓക്കെ, IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണെങ്കിൽ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആണെങ്കിൽ NPV ഓഫ് എ പ്രൊജക്ട് നെഗറ്റീവ് അല്ല വരിക, പോസിറ്റീവാ വരിക. ഇവര് പറഞ്ഞത് NPV ഓഫ് എ പ്രൊജക്ട് ഈസ് പോസിറ്റീവ് ഇഫ് ദ IRR ഈസ് ഗ്രേറ്റർ ദാൻ ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും IRR ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് ഈ കേസിൽ 5% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും IRR 10% ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നാണ് അവർ പറഞ്ഞത്. നെഗറ്റീവ് ആണോ? IRR-ന് മുന്നേ ഉള്ള എല്ലാ പെർസെന്റേജുകളിലും NPV പോസിറ്റീവാ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഈ ഇവിടെ നെഗറ്റീവ് മാറിയിട്ട് പോസിറ്റീവ് വരണം. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ്. ഇഫ് ദ IRR ഈസ് ഗ്രേറ്റർ ദാൻ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണ് IRR എങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 5%-ഉം IRR 10-ഉം ആണെങ്കിൽ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതാണ്. അങ്ങനെയാണെങ്കിൽ
പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ ഇവർ പറയുന്നത് നെഗറ്റീവ് ആണ്. ഒരു എൻ പി ഒരു പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ അതിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇതാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും ചെറുതാവണം. ഇവിടെ ഗ്രേറ്റർ എന്നാ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ശരിയല്ല എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ഡി ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി, ബോത്ത് അപ്രോച്ചസ് ഓൾവേസ് പ്രൊവൈഡ് ദി സെയിം റാങ്കിങ് ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രൊജക്ട്സ്. അങ്ങനെ എപ്പോഴും സംഭവിച്ചോളുന്നില്ല. ചിലപ്പം എൻ പി പ്രകാരം നമ്മൾ റാങ്ക് ചെയ്യില്ലേ, അതായത് ഇതാണ് നല്ലത്, അതിനുശേഷം ഇതാണ് നല്ലത്. നമ്മള് അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഡിസിഷൻ പഠിച്ചായിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത മീൻസ് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇതാ പേ ബാക്ക് പീരീഡും നെറ്റ് പ്രസന്റ് വാല്യൂ കോൺഫ്ലിക്റ്റ് ആയ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അല്ലെ. പേ ബാക്ക് പീരീഡ് പറഞ്ഞു ആ പ്രൊജക്ട് എടുക്കണ്ട, അതിന് 5 years ആയിരുന്നു പേ ബാക്ക് പീരീഡ്, കാരണം 4 years ആയിരുന്നു കട്ട് ഓഫ്. പേ ബാക്ക് പീരീഡ് പ്രകാരം റിജക്റ്റും എൻ പി വി അവിടെ 8 lakh വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ളത് ആ പ്രൊജക്റ്റിലായിരുന്നു. പക്ഷേ പേ ബാക്ക് പീരീഡിന് വേറൊരു അഭിപ്രായം പറഞ്ഞു, എൻ പി വേറെ അഭിപ്രായം, കോൺഫ്ലിക്റ്റ് വന്നില്ലേ. അതുപോലെ പല ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ടൂൾസിലും കോൺഫ്ലിക്ട്സ് വരാം. ബോത്ത് അപ്രോച്ചസ് ഓൾവേസ് പ്രൊവൈഡ് ദി സെയിം റാങ്കിങ് ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രോജക്ട്സ്. എല്ലാ രീതിയിലും എൻ പി വി വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും IRR വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും സെയിം റാങ്കിങ് വന്നോളുന്നില്ല. ഓക്കെ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഓപ്ഷൻ സി ശരിയല്ല. ഓക്കെ, ഓപ്ഷൻ ബി എന്തുകൊണ്ട് നോക്കില്ല, ബോത്ത് അപ്രോച്ചസ് ഫെയിൽ ടു കൺസിഡർ ദ ടൈമിംഗ് ഓഫ് പ്രോജക്ട് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, പ്രോജക്റ്റിന്റെ എല്ലാ ക്യാഷ് ഫ്ലോസും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പേ ബാക്ക് പീരീഡിൽ നമ്മൾ പഠിച്ചത്, പേ ബാക്ക് പീരീഡിൽ നമ്മളെ പേ ബാക്ക് പീരീഡ് എപ്പോഴാണോ മീറ്റ് ആവുന്നത്, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴാണോ തിരിച്ചു കിട്ടുന്നത്, അവിടെ വരെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നില്ലേ. പക്ഷെ എൻ പി യിലും IRRലൊക്കെ കറക്റ്റ് ടൈമിംഗ് നോക്കിയിട്ട് എല്ലാ ക്യാഷ് ഫ്ലോസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തല്ല ഓപ്ഷൻ ബി അല്ല. ഇനി എന്തുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആയി നമുക്ക് നോക്കാം. ഇഫ് ദി IRR ഓഫ് എ പ്രോജക്ട് ഒരു പ്രോജക്റ്റിന്റെ IRR ഈസ് ഈക്വൽ ടു ദി കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ PE ഓഫ് ദി പ്രോജക്ട് മസ്റ്റ് ബി 0. അതായത് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും IRRും സെയിം ആണെങ്കിൽ, അതായത് IRR 10% ആണ്, ഈ 10% തന്നെയാണ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്കിൽ ഈ 10% യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ IRR യൂസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ചെയ്താൽ NP 0 ആയിരിക്കില്ലേ. അതിലെന്ത് സംശയമൊന്നുമില്ലല്ലോ. ഇഫ് ദ IRR ഓഫ് എ പ്രോജക്ട് ഈസ് ഈക്വൽ ടു ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദ NPV ഓഫ് ദി പ്രോജക്ട് മസ്റ്റ് ബി 0. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? സോ എപ്പോഴും നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം NPVയും IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള കണക്ഷൻ. നമ്മളെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ IRR ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതായാലേ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പ്രോജക്റ്റ്. ഇനി IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും ചെറുതാണെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്താൽ നമ്മുടെ പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിജക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും NPയും തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടെങ്കിൽ, എനിക്കിപ്പോഴും പണ്ട് ഇത് വരായിരുന്നു, ഏതാണ് വലുതാവേണ്ടത്, IRR ആണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണോ വലുതാവേണ്ടത് എന്നുള്ളൊരു തോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്താൽ മതി. ഓക്കെ, IRR എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് വരെ നമ്മുടെ NP പോസിറ്റീവ് ആയിരിക്കും. IRR എത്തുമ്പോഴാണ് NP 0 ആവുന്നത്. IRR കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് NP വീണ്ടും കുറഞ്ഞ് നെഗറ്റീവിലേക്ക് വരും. ഓക്കെ, അതുകൊണ്ടാണ് നെഗറ്റീവ് ഇങ്ങനെ ഇൻക്രീസ് ആയി വരും. IRR 15ഉം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10 ആണെങ്കിൽ 10 യൂസ് ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. IRR 15% യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്താൽ 0 ആയിരിക്കും. ഇനി 18% യൂസ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. 18%ലുള്ള നെഗറ്റീവിനെക്കാട്ടും വലിയ നെഗറ്റീവ് ആയിരിക്കും 20%. നെഗറ്റീവ് കൂടി വരും. ഇനി 25% ഡിസ്കൗണ്ട് ചെയ്താലോ വീണ്ടും കൂടി വരും. നെറ്റ് പ്രസന്റ് വാല്യൂ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് വളരെ കുറഞ്ഞ് താഴ്ത്തോട്ട് വരും. ഓക്കെ, എന്താ അവസ്ഥ? 2 ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു 10 to 12 ക്വസ്റ്റ്യൻ, അത് ഓൾറെഡി 2 നിങ്ങൾ ചെയ്തു. ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഇടാം. അതിൽ ഇതുപോലത്തെ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട്, പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യനും ഉണ്ട്. ഓവർ ടഫ് ഒന്നുമില്ല. അത് രണ്ടും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിലാണ്. നാളെ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്, അതായത് നമ്മുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ ടോപ്പിക് അതായിരുന്നു, എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. പക്ഷെ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ടൂൾസ് ഓർ ടെക്നിക്സ്. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ടൂൾസ് ഓർ ടെക്നിക്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ടൂൾസ് ഓർ ടെക്നിക്സ്
നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ടൂൾസ് ഓർ ടെക്നിക്സിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ ടൂൾസ് ആണ്. ഓക്കെ, ട്രഡീഷണൽ ടൂൾസിൽ ഫസ്റ്റ് വണ് പേ ബാക്ക് പീരീഡ് ആയിരുന്നു. സെക്കൻഡ് വൺ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരുന്നു. അതുപോലെ തന്നെ ട്രഡീഷണൽ ടൂൾസിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താ ആരാധന? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. അതെ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടൂൾസ്. ട്രഡീഷണൽ ടൂൾസിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷിന് ഇന്നത്തെ വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു തെറ്റായ ഒരു അസംഷൻ വെച്ചിട്ടാണ് ഈ രണ്ട് ടൂൾസ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജും. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടൂൾസ് പഠിച്ചത്. അതിന് മുന്നേ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി പഠിച്ചു, കോമ്പൗണ്ടിങ് ഡിസ്കൗണ്ടിങ് പഠിച്ചു. കോമ്പൗണ്ടിങ് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞ് പോയാൽ മതി. എന്നാലും 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നില്ല. എന്നിട്ട് ഡിസ്കൗണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. സിംഗിൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ട് ചെയ്യുക, ഇനി ആനിറ്റി ആണെങ്കിൽ എങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആയിരുന്നു, അത് നമ്മൾ പഠിച്ചു. സെക്കൻഡ് വൺ നെറ്റ് പ്രസന്റ് വാല്യൂ ആയിരുന്നു, അത് നമ്മൾ പഠിച്ചു. തേർഡ് വൺ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഫോർത്ത് വൺ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പഠിച്ചിട്ടാണ് നമ്മൾ IRR കിടന്നത് അല്ലേ. ഇനി IRRന്റെ നാളത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൂടി കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിലേക്ക് നമുക്ക് കടക്കാം. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇത്രയും നേരം ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ടൂൾസോ ടെക്നിക്സ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഒരു പ്രൊജക്ട് തരുന്നു, അതിന്റെ ക്യാഷ് ഫ്ലോസ് ഇത്രക്കാന്ന് ഞാൻ ആദ്യം പറയുന്നു അല്ലെ. രണ്ട് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര എന്ന് പറയുന്നു, ക്യാഷ് ഫ്ലോസ് ഇത്ര ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റിനിൽ തരും. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ടൂൾസോ ടെക്നിക്സും യൂസ് ചെയ്തു അല്ലെ. പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പിലാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നത്. അതുപോലെ NPV, നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതുപോലെ തന്നെ IRR, അതായത് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആവണം, ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ്. ഇതൊക്കെ നമ്മൾ ക്യാഷ് ഫ്ലോസ് ഡയറക്ട്ലി തന്നിട്ട് നമ്മൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ടൂൾസോ ടെക്നിക്സ് എങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെ ഈ 1,26,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു, എങ്ങനെ ഇയർ 1 30,000 ക്യാഷ് ഫ്ലോ വന്നു, ഈ സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ വന്നു, ഈ ക്യാഷ് ഫ്ലോസ് ഒക്കെ എങ്ങനെ ഈ എമൗണ്ടിലേക്ക് എത്തി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അതും കൂടി ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നമ്മളൊന്ന് സ്റ്റെപ്പ് കയറാൻ പോവാം. ഓക്കെ, അപ്പോൾ നാളെ ജസ്റ്റ് നമ്മൾ തുടങ്ങിയിടാം. തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ചോദിക്കാനുണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഓക്കെ, IRR കറക്റ്റ് മനസ്സിലായിട്ടില്ലേ? ഓക്കെ, സോ നോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് നാളത്തെ ക്ലാസ്സിന് മുന്നേ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരാം. ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. കിട്ടില്ല എന്നെങ്കിലും സീനൊന്നുമില്ല, അവിടെ വെച്ചാൽ മതി. കിട്ടണം നിർബന്ധമൊന്നുമില്ല. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് Sir, Thank thank you, you. sir. യു. ഓക്കെ, താങ്ക് യു.